എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ക്യാൻസർ ചികിത്സാ രംഗത്ത് പ്രത്യേകിച്ചും ക്യാൻസർ ശസ്ത്രക്രിയയും സാന്ത്വന ചികിത്സയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സ്നേഹസ്പർശത്തിൽ കൂടുതൽ സംസാരിക്കുന്നത്. ഇന്ന് അതിഥിയായി എത്തിയിട്ടുള്ളത് റീജിയണൽ ക്യാൻസർ സെന്ററിലെ ക്യാൻസർ സർജറി വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ചന്ദ്രമോഹനാണ്. ഈ സാന്ത്വന ചികിത്സാ രംഗത്ത് ശസ്ത്രക്രിയ അത് എത്രമാത്രം സാന്ത്വന ചികിത്സ ആവശ്യപ്പെടുന്നു എന്നുള്ള കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം. സ്വാഗതം ചെയ്യുന്നു സ്നേഹസ്പർശത്തിലേക്ക്. ഡോക്ടർ, ക്യാൻസർ രോഗം നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തുടങ്ങിയ കാലം മുതൽ ഇന്ന് വരെ, അതാ നമ്മൾ തിരിച്ചറിയുന്ന കാലം മുതൽ ഇന്ന് വരെ എല്ലാവർക്കും പേടി സ്വപ്നമാണ്. എത്രത്തോളം ഒരു മാറ്റം വന്നിട്ടുണ്ട് ക്യാൻസറിൻ്റെ ഒരു ഗുരുതരമായ ഒരു വ്യാപനത്തിൽ നിന്ന് ഇന്ന് എത്രത്തോളം മാറ്റം വന്നിട്ടുണ്ട്? അത്രയും തന്നെ ഗുരുതരമായി നിൽക്കുകയാണോ, തുടരുകയാണോ ക്യാൻസർ രോഗം? ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചില രംഗത്ത് ആശാജനകമായ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. ചികിത്സ വളരെയധികം പുരോഗമിച്ചു കഴിഞ്ഞു. പല ക്യാൻസറുകളും നിശേഷം ചികിത്സിച്ച് ഭേദമാക്കാവുന്ന ഒരവസ്ഥ എത്തിക്കഴിഞ്ഞു. മാത്രമല്ല, സംയുക്തമായ നമ്മുടെ ശ്രമങ്ങളുടെ ഫലമായിട്ട്, ഗവൺമെൻറ്റിൻ്റെയും മീഡിയയുടെയും ഒക്കെ ശ്രമങ്ങളുടെ ഫലമായിട്ട് ക്യാൻസറുകളുടെ ചില ക്യാൻസറുകളെങ്കിലും തടയാനും നമുക്ക് കഴിയുന്നുണ്ട്. പക്ഷെ അതേസമയം ക്യാൻസറിനെ സംബന്ധിച്ചുള്ള മോശമായ ഒരു സംഗതി എന്ന് പറഞ്ഞാൽ ഇന്നും ക്യാൻസറുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതിന് പല കാര്യങ്ങളുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ജീവിത ദൈർഘ്യം കൂടി. അപ്പോൾ ക്യാൻസറിനെ സംബന്ധിച്ച് നമ്മളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളെ സംബന്ധിച്ച വേറൊരു പ്രശ്നം, ഈ ഡെവലപ്ഡ് കൺട്രീസിനെ അപേക്ഷിച്ച് ഡെവലപ്പിംഗ് നാഷൻസായ നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ക്യാൻസറിന്റെ സംഖ്യ കൂടിക്കൂടി വരികയാണ്. ഏറ്റവും കൂടുതൽ കാണുന്നത് ഏതുതരം ക്യാൻസറാണ് നമ്മുടെ നാട്ടിൽ, കേരളത്തിൽ പ്രത്യേകിച്ച്? ലോകമൊട്ടാകെ എടുക്കുകയാണെങ്കിൽ, ലോകത്ത് പറയുകയാണെങ്കിൽ ഇപ്പം 1.25 കോടിയോളം ക്യാൻസർ രോഗികളുണ്ട്. അതിൽ ഏറ്റവും കൂടുതലായിട്ടുള്ള ക്യാൻസറുകൾ ശ്വാസകോശ സംബന്ധമായ ക്യാൻസറാണ്. രണ്ടാമത് വരുന്നത് അത് വിവിധ രാജ്യങ്ങളിൽ പലതരം ക്യാൻസറുകളാണ്. ഇന്ത്യയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ശ്വാസകോശ രോഗം കഴിഞ്ഞാൽ ആണുങ്ങളിൽ കണ്ടുവരുന്ന അടുത്ത ക്യാൻസറുകൾ ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സാണ്. നേരെ മറിച്ച് സ്ത്രീകളിൽ കാണുന്ന ക്യാൻസേഴ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും സാധാരണമായിട്ട് കേരളത്തിൽ കണ്ടുവരുന്ന ക്യാൻസർ സ്തനാർബുദമാണ്. സ്തനാർബുദം കഴിഞ്ഞ് വരുന്നത് ഗർഭാശയ ഗള ക്യാൻസറാണ്. അപ്പം പുരുഷന്മാരിലാണ് ശ്വാസകോശ സംബന്ധമായ ക്യാൻസർ എന്ന് പറഞ്ഞു. വാസ്തവത്തിൽ ഇത്ര അധികം ഈ രോഗം ഇങ്ങനെ വ്യാപിക്കുന്നതിന് കാരണം, അല്ലെങ്കിൽ നിലനിൽക്കുന്നതിന് കാരണം നമ്മുടെ ജീവിത പശ്ചാത്തലമാണോ, അതോ സാമൂഹികമായ മറ്റെന്തെങ്കിലും കാരണമാണോ, ജനറ്റിക്കലായ കാരണങ്ങൾ? ശ്വാസകോശ ക്യാൻസർ പോലെ ഇത്ര ഡയറക്റ്റ് ആയിട്ടൊരു അസോസിയേഷൻ, അതായത് പുകവലിയുമായിട്ട് അസോസിയേഷൻ പറയാവുന്ന ക്യാൻസറുകൾ വളരെ കുറവാണ്. നമുക്ക് പലപ്പോഴും പറയാൻ പറ്റും ഈ ആണ് ശ്വാസകോശ ക്യാൻസർ വന്നിരിക്കുന്നത് പുകവലി കൊണ്ടാണ് എന്ന് പറയാൻ പറ്റും. പക്ഷേ അതുകൊണ്ട് മാത്രമാവണമെന്നില്ല. ഇപ്പോൾ ക്യാൻസറിനെ സംബന്ധിച്ച് പല കാരണങ്ങളുണ്ട്. അപ്പോൾ പുകവലി ഒരു കാരണമാകാം, നമ്മുടെ ചുറ്റുപാടുമുള്ള ഒരു പൊല്യൂഷൻ അതൊരു വേറൊരു കാരണമാകാം. ഇതിനെല്ലാം ഉപരിയായിട്ട് വളരെ മിക്ക ക്യാൻസറുകളിലും നേരിയ തോതിലുള്ള ഒരു ജനറ്റിക് ഇൻഫ്ലുവൻസും കണ്ടുവരാവുന്നതാണ്. പക്ഷേ പുകവലിയെ സംബന്ധിച്ച്, ശ്വാസകോശ ക്യാൻസറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പുകവലിയുമായിട്ട് അത് അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു ക്യാൻസറാണ്. സ്ത്രീകൾക്കും ഈ സ്തനാർബുദവും സെർവിക്കൽ ക്യാൻസറും, സ്ത്രീകളുടെ കാര്യം പറയുകയാണെങ്കിൽ അത് പ്രത്യേകിച്ചും ഒരു ഹാബിറ്റുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒന്നല്ല. ചില ഹാബിറ്റുകൾക്കും നമ്മുടെ ചില ലൈഫ് സ്റ്റൈലിനും ഒക്കെ ചില ഇതുണ്ടെങ്കിൽ പോലും സ്ത്രീകളിൽ കണ്ടുവരുന്ന ക്യാൻസറുകൾ അവർ സ്ത്രീ ആയതുകൊണ്ട് തന്നെ ആ ഹോർമോണൽ ചേഞ്ചസ് കൊണ്ട് അല്ലെങ്കിൽ ഒക്കെ വരുന്ന ക്യാൻസറുകളാണ്. അപ്പം അത് ഏറ്റവും കേരളത്തിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതലുള്ളത് സ്തന അർബുദവും അത് കഴിഞ്ഞ് വരുന്നത് ഗർഭാശയ ക്യാൻസറുകളുമാണ്. അപ്പോൾ ശരിക്കും ക്യാൻസറിൻ്റെ തുടക്കത്തിൽ തന്നെ കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ഫലപ്രദമായ ചികിത്സാ മാർഗങ്ങൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ ചികിത്സയുടെ ഏറ്റവും പരമാവധി ചികിത്സയുടെ ലഭ്യതയും നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ, അവൈലബിൾ ആയി കഴിഞ്ഞാൽ, പിന്നെ ഒരു ഘട്ടത്തിലാണല്ലോ സാന്ത്വന ചികിത്സയ്ക്ക് നമുക്ക് പ്രാധാന്യം കൊടുക്കേണ്ടി വരുന്നത്. അപ്പം സാന്ത്വന ചികിത്സയും അതായത് ക്യൂറേറ്റീവ് എന്നുള്ള ആ ഒരു ലെവലും തമ്മിൽ എവിടെയാണ് വ്യത്യാസപ്പെടുന്നത്? മിക്ക ക്യാൻസറുകളും വളരെ കുറച്ച് ക്യാൻസറുകൾ മാത്രമേ അതിൻ്റെ തുടക്കത്തിൽ നമുക്കറിയാൻ പറ്റുന്നുള്ളൂ. ഇപ്പോൾ ഒരു ശതമാനം കണക്ക് പറയുകയാണെങ്കിൽ ഒരു 20-30% ക്യാൻസറുകൾ അതിൻ്റെ തുടക്കത്തിൽ അറിയാൻ പറ്റും. പിന്നെ കുറച്ചുകൂടെ കൂടിയ സ്ഥിതിയിൽ പിന്നെയും ഒരു 20-30% ക്യാൻസറുകൾ അറിയാൻ പറ്റും. എന്നാൽ ഒരു 30-40% ക്യാൻസറുകൾ കണ്ടുപിടിക്കുമ്പോൾ തന്നെ അത് ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും വ്യാപിച്ചു കഴിഞ്ഞിരിക്കും. അപ്പം ക്യാൻസർ ചികിത്സയെ സംബന്ധിച്ച് പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലക്ഷ്യമാണ്, ഒരു മാർഗമല്ല.
ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ നമ്മുടെ ഒരു ക്യാൻസർ ഈ തുടക്കത്തിലുള്ള സ്റ്റേജിൽ നമ്മൾ ക്യാൻസർ വിശേഷമായിട്ട് ചികിത്സിച്ച് മാറ്റാനാണ് നോക്കുന്നത്. പക്ഷേ ഈ പാലിയേറ്റീവ് കെയറിലോട്ട് പോകുമ്പോഴത്തേക്കും നമ്മൾ നോക്കുന്നത് ഈ ക്യാൻസർ ചികിത്സിച്ച് മാറ്റുക എന്നത് അസാധ്യമാണ്. അതേസമയം ക്യാൻസർ കൊണ്ട് രോഗിക്ക് എന്തൊക്കെ പ്രയാസങ്ങളുണ്ടാകും അത് എത്രത്തോളം നമുക്ക് കുറയ്ക്കാൻ പറ്റും, അതിനുള്ള ഒരു ശ്രമമാണ് ഈ പാലിയേറ്റീവ് കെയർ വഴി നമ്മൾ നടത്തുന്നത്. ഡോക്ടർ ഒരു കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ആദ്യത്തെ കോളാണ്. ഹലോ, സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ആരാണ്? എന്റെ പേര് മീനിയാണ്. എവിടെ നിന്ന് വിളിക്കുന്നു? മഞ്ചേരിന്ന് വിളിക്കാണ്. മഞ്ചേരിയിൽ നിന്ന്. നമ്മുടെ വിഷയം അറിയാമല്ലോ ഇന്നത്തെ. അറിയാം. ഡോക്ടറോട് നേരിട്ട് സംസാരിച്ചോളൂ. പറയൂ മിനി. ഹലോ സർ, എന്റെ ഫ്രണ്ട് ആതിര എന്ന പേര്. അവൾക്ക് ഗർഭാശയത്ത് ക്യാൻസറിന്റെ അത് ഉണ്ട്. എത്ര വയസ്സുണ്ട് ഫ്രണ്ടിന്? അവൾക്ക് 28 വയസ്സായിട്ടുള്ളൂ. ആണോ? ക്യാൻസർ ഉണ്ടെന്ന് ടെസ്റ്റ് തെളിഞ്ഞു കഴിഞ്ഞോ? ടെസ്റ്റ് ചെയ്തു. അപ്പോ ഡോക്ടർ പറഞ്ഞു ഫുൾ ക്ലിയർ ആയിട്ടൊന്നും പറയാൻ പറ്റില്ല, എന്തായാലും കുറച്ച് ചില സൂചന കിട്ടി ഉണ്ടെന്ന് പറഞ്ഞു. അതെ. ഏത് ക്യാൻസർ ആശുപത്രിയിലാണോ പോയത്? തിരുവനന്തപുരം. എവിടെയാണ്? തിരുവനന്തപുരമുള്ള ഒരു ആശുപത്രിയിൽ പോയിന്ന് അവള് പറഞ്ഞത്. ഏത് ആശുപത്രി എന്നറിയാവോ? അതറിയില്ല. ക്യാൻസറുമായി ബന്ധപ്പെട്ടിട്ട് അവ ചികിത്സ നടത്തുന്ന ഒരു കേന്ദ്രമായിട്ടുള്ള. ശരി, എനിക്ക് എന്താണ് അറിയേണ്ടത്? അപ്പൊ അത് എങ്ങനെ ഇപ്പൊ ഇനി അത് മാറ്റാൻ പറ്റുമോ? അതോ ഇപ്പൊ വല്ലാതെ ഓവറായിട്ടൊന്നും അതിന്റെ ഇതൊന്നും സംഭവിച്ചിട്ടില്ല. ക്യാൻസർ എന്ന് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നില്ല. അപ്പൊ ഇപ്പൊ തന്നെ അത് നമുക്ക് ചികിത്സിച്ച് മാറ്റിയിട്ട്, പക്ഷെ ഇത് വയറില് മുഴ ഉണ്ടെന്നാ പറയുന്നത് ഡോക്ടർ. മുഴന്റെ ചെറിയൊരു ഇത് ഉണ്ടെന്നാ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇനി അത് ചികിത്സിച്ചാൽ ഇനി അവളെ രക്ഷിക്കാതെ ആ മാറ്റം കഴിയുമെന്ന്, അത് വല്ലാത്ത പ്രശ്നത്തിലാവും അത്. അല്ല, ഇപ്പം നമുക്ക് കഴിയണം. പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം എന്ന് പറയുന്നത് ഏറ്റവും നല്ലൊരു ചികിത്സ ലഭ്യമാക്കുക എന്നുള്ളതാണ്. നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിൽ തന്നെ ചികിത്സയ്ക്ക് ഒരു വ്യക്തമായ മാനദണ്ഡങ്ങളൊന്നും പലയിടത്തും ഇല്ല. അപ്പൊ ക്യാൻസറിന്റെ സംശയമുള്ള സ്ഥിതിക്ക് ക്യാൻസർ ചികിത്സിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ അല്ലെങ്കിൽ ആശുപത്രികളിൽ എത്രയും പെട്ടെന്ന് തിരുവനന്തപുരത്ത് RCC പോലുള്ള ഒരു ആശുപത്രിയിൽ പോയിട്ട് അവിടെ തന്നെ അവിടുത്തെ ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് ചെയ്യും. ഒരു പക്ഷേ ക്യാൻസർ ഉണ്ടായിരിക്കണം എന്നില്ല, അങ്ങനെ പേടിക്കേണ്ടയും കാര്യമില്ല. ഞങ്ങളുടെ അടുത്ത് വരുന്ന പല രോഗികളും ഈ ക്യാൻസർ ആണെന്ന് പറഞ്ഞ് വിടുന്ന ഞങ്ങൾ പരിശോധിച്ച് നോക്കുമ്പോഴത്തേക്കും ക്യാൻസർ ഉണ്ടാവാറില്ല. അപ്പൊ അതുകൊണ്ട് മടിച്ചു നിൽക്കാതെ ക്യാൻസർ ആവട്ടെ എന്ന് പറഞ്ഞ് ക്യാൻസർ ആശുപത്രി പോകുന്നതിന് പകരം ഇപ്പോൾ തന്നെ പ്രാവീണ്യം സിദ്ധിച്ച ഒരു ക്യാൻസർ ഡോക്ടറുടെ അടുത്തോട്ട് പോവുക. പ്രിഫറബിളി ഒരു നല്ലൊരു RCC പോലുള്ള സ്ഥാപനത്തിൽ ചെല്ലുക. ഹലോ, പറയൂ. ഇതറിഞ്ഞ് ഭയങ്കര ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ചൊക്കെ റിലാക്സ് ചെയ്യണം, ഓവർ ടെൻഷൻ ഒന്നും പാടില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. അതെ. പക്ഷെ അവളുടെ ഹസ്ബൻഡ് എന്തോ അവളെ എപ്പോഴും ഇപ്പൊ അവളെ ഭയങ്കര സങ്കടപ്പെടുത്തി, അവളോടുള്ള അടുപ്പം കുറയുക, ഡൈവേഴ്സിനൊക്കെ നിക്കാക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ അവളെ വല്ലാതെ വിഷമിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഇതിനെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. അല്ല, ഏറ്റവും പ്രധാനമായിട്ട് ഹസ്ബൻഡിനെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഒരു ക്യാൻസർ ആയിരിക്കണം എന്നില്ല. ആണെങ്കിൽ തന്നെ ഇപ്പം ക്യാൻസറുകൾ വിശേഷമായിട്ടും ചികിത്സിച്ച് ഭേദപ്പെടുത്തിയ ഒരുപാട് പേരുണ്ട്. വളരെ തുടക്കത്തിൽ ക്യാൻസർ ഭേദമാക്കാൻ നല്ല സാധ്യതയുണ്ട്. അപ്പം അതൊക്കെ പറഞ്ഞ് പ്രധാനം മനസ്സിലാക്കുക. മാത്രമല്ല നല്ലൊരു സ്ഥലത്ത് പോയിട്ട് എത്രയും പെട്ടെന്ന് ചികിത്സ എടുക്കുക. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ നേരത്തെ ഇപ്പം പറഞ്ഞു നിർത്തിയത് പാലിയേറ്റീവ് കെയറിൻ്റെ ആവശ്യകതയെക്കുറിച്ച്, അതൊരു ലക്ഷ്യമാണോ മാർഗമാണോ എന്നുള്ളതിനെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ കോളർ വിളിച്ചതനുസരിച്ച് വാസ്തവത്തിൽ പാലിയേറ്റീവ് കെയർ നമ്മൾ ബന്ധപ്പെടുത്തേണ്ടത് ഈ പരിചരിക്കുന്നവരെ കൂടിയാണ്, അല്ലെങ്കിൽ കൂടെ നിൽക്കുന്നവരെ കൂടിയാണ്. ഇപ്പൊ ഈ കേസിൽ ഇപ്പൊ അതിന്റെ ഘട്ടത്തിലേക്ക് എത്തിയില്ല. എന്നാലും പാലിയേറ്റീവ് കെയർ എന്നതുകൊണ്ട് രോഗിയുടെ ഏറ്റവും ഗുരുതരമായ അവസ്ഥയിൽ അവർ ചുറ്റും നിൽക്കുന്ന ആൾക്കാർക്ക് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും, മനസ്സിലാക്കി. പ്രത്യേകിച്ച് ഈ കോൾ വളരെ റിലവന്റ് ആണ്. കാരണം എന്ന് പറഞ്ഞാല് ഇത് ഇപ്പം റിഫ്ലക്ട് ചെയ്യുന്ന ഇത് ക്യാൻസറിന്റെ ഒരു സ്റ്റിഗ്മയാണ്. ക്യാൻസർ എന്ന് പറയുമ്പോൾ തന്നെ ഒരു ഫാമിലിയിൽ കൺഫ്യൂഷൻ വരുന്നു. ആ സ്ഥിതിയാണ് മാറേണ്ടത്. അപ്പൊ ക്യാൻസർ എന്ന് പറഞ്ഞാൽ മറ്റേത് രോഗവും പോലെയാണ്. കാരണം നമ്മൾ ഒരുപാട് വർഷം ജീവിച്ചിരിക്കുന്ന ആൾക്കാരാണ്, ലോങ്ങിറ്റ്യൂറ്റി കൂടി കഴിഞ്ഞു. അപ്പൊ അതനുസരിച്ച് WHO സ്റ്റഡി ഉണ്ട്. അതായത് 2024 ആകുമ്പോഴത്തേക്കും 3-ൽ ഒരാൾക്ക് ക്യാൻസർ വരും, എന്തെങ്കിലും ഒരു ചെറിയ ക്യാൻസർ വരും. അപ്പൊ ഒരു ക്യാൻസർ വന്നു എന്നുള്ളതുകൊണ്ട് നമ്മുടെ ജീവിതം അവിടെ അവസാനിച്ചെന്നൊന്നും അർത്ഥമാക്കുന്നില്ല. അത് വളരെ പ്രത്യേകിച്ചും തുടക്കത്തിൽ തന്നെ അത് വളരെ വിദഗ്ധമായിട്ട് ക്യാൻസർ ചികിത്സിക്കാൻ പറ്റും. അപ്പം രണ്ടാമത് മിനി പറഞ്ഞ ക്വസ്റ്റിനിലേക്ക് ഞാൻ വരികയാണ്. ഈ പാലിയേറ്റീവ് കെയറും അത് പരിചരിക്കുന്നവരും തമ്മിലുള്ള ഒരു റോൾ. ക്യാൻസർ എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന പോലെ ഈ രോഗിക്ക് വളരെയധികം കുഴപ്പങ്ങളുണ്ടാക്കും. അതേപോലെ തന്നെ രോഗിയേക്കാൾ ഉപരി അത് രോഗിയെ പരിചരിക്കുന്നവരിലും വളരെയധികം ആഘാതങ്ങളുണ്ടാകും. അതിലേക്ക് വീണ്ടും വരാൻ ഡോക്ടർ അടുത്ത കോൾ അറ്റൻഡ് ചെയ്തിട്ട്. ഹലോ, സ്വാഗതം. ആരാണ്? എന്റെ പേര് നിസാർ. എവിടെ നിന്ന് വിളിക്കുന്നു? കണ്ണൂരിൽ. സംസാരിച്ചോളൂ ഡോക്ടർ.
ഹലോ ഡോക്ടർ. സാർ പറയൂ. ഞാനേ മുമ്പ് എനിക്കൊരു ട്രീറ്റ്മെന്റ് നടന്നതാണ് ലൈംഫോമ ആയിട്ട്. ലൈംഫോമയാണോ ലിംഫോമയാണോ? ലിംഫോമ എന്നല്ലേ പറയാം. അപ്പൊ അതിന് മുമ്പ് പിന്നെ കീമോതെറാപ്പിയും പിന്നെ റേഡിയേഷനൊക്കെ കഴിഞ്ഞതാണ്. അപ്പൊ എനിക്കിപ്പോ 27 വയസ്സായി. ഏത് വെച്ചാണ് അസുഖം വന്നത്? മുമ്പ് ഇപ്പൊ ട്രീറ്റ്മെന്റ് കഴിഞ്ഞിട്ട് 5 വർഷമായി കറക്റ്റ് ആയിട്ട്. മണിപ്പാളിലാണ്. അതെ അതെ. അപ്പൊ ഇപ്പം വീട്ടില് വിവാഹത്തിന് കല്യാണത്തിന് പിന്നെ പറയുന്നുണ്ട്. അപ്പൊ എനിക്ക് കല്യാണം കഴിഞ്ഞാല് വല്ല പ്രശ്നങ്ങളുണ്ടോ? എന്തെങ്കിലും ഓപ്പറേഷൻ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആദ്യം മുമ്പ് അവിടെ ഒരു ഓപ്പറേഷൻ കഴിഞ്ഞില്ല. അതിന് വീണ്ടും റിയാക്ഷൻ ആയത്, വീണ്ടും വന്നു ലൈംഫോമ. അതേ സ്ഥലത്ത് തന്നെ 5 വർഷമായിട്ട് ചെക്കപ്പിൽ ഇരിക്കുകയാണ്. ഓക്കെ, ഇപ്പം 1 വർഷം കൂടുമാണ് ചെക്കപ്പ്, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പൊ എനിക്ക് തോന്നുന്നത് ക്യാൻസർ കഴിഞ്ഞിട്ട് 5 വർഷത്തോളമായി. അന്ന് ഡോക്ടർ പിന്നെ പറഞ്ഞായിരുന്നു ഹോസ്പിറ്റലിൽ 3 വർഷം കഴിഞ്ഞാലാണ് എന്റെ കല്യാണമൊക്കെ കഴിക്കാൻ പറ്റുന്നത്. അതെ, ഇപ്പൊ 5 വർഷമായി. ഇപ്പൊ കഴിക്കുന്നതിനൊരു കുഴപ്പം? യാതൊരു കുഴപ്പമില്ല. വേറൊരാളിന് ക്യാൻസർ ഇനി വരാനുള്ള സാധ്യതയും മിക്കവാറും നിസാറിന് ക്യാൻസർ വരാനുള്ളൂ. അതെ, അപ്പം യാതൊരു കുഴപ്പമില്ല. ഒരു പക്ഷേ അതിനുശേഷവും ആശുപത്രിയിൽ ചെക്കപ്പിന് ചെല്ലാൻ പറയുകയാണെങ്കിൽ അത് റെഗുലറായിട്ട് ചെല്ലണം. അതന്നെ, ഞാനിപ്പോ കഴിഞ്ഞ ആഴ്ച പോയി. അതെ, അതിനുശേഷം ഇനി ഒരു വർഷത്തിൽ ഒരിക്കലോ 2 വർഷത്തിൽ ഒരിക്കലോ ചെല്ലാൻ പറഞ്ഞാലും അത് കല്യാണത്തിന് ശേഷവും റെഗുലറായിട്ട് ചെക്കപ്പിന് ചെല്ലണം. പക്ഷേ അസുഖം തിരിച്ചു വരാനുള്ള സാധ്യത 5 വർഷത്തിന് ശേഷം നിശേഷമില്ലെന്ന് തന്നെ ഏതാണ്ട് പറയാം. ഓക്കെ, അപ്പൊ താങ്ക്സ്. വേറൊരു സ്ഥലത്തും ലൈംഫോമയുടെ രോഗത്തിനെ പറ്റി എന്താണ്? ലിംഫോമയുടെ രോഗത്തിന് അത് വേറൊരു സ്ഥലത്ത് വരാൻ ചാൻസ് ഉണ്ട് എന്ന് പറഞ്ഞായിരുന്നു. അതെ, ഇതിപ്പോ 5 വർഷം കഴിഞ്ഞല്ലോ. ഇനിയിപ്പോ ഉള്ള സാധ്യത വളരെ വളരെ വിരളമാണ്. അന്ന് പിന്നെ കീമോതെറാപ്പി പിന്നെ അവിടെ റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞതാണ്. അതെ, അപ്പം കീമോതെറാപ്പിയും റേഡിയേഷനും കഴിഞ്ഞത് കൊണ്ട് ചെക്കപ്പിന് പോകേണ്ട പ്രാധാന്യം ഒന്നുകൂടെ കൂടുകയാണ്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ ക്യാൻസർ വന്നില്ലെങ്കിൽ തന്നെ ഈ കീമോതെറാപ്പി കൊണ്ടും റേഡിയേഷൻ കൊണ്ടൊക്കെ വളരെ കാലങ്ങൾക്ക് ശേഷം എന്തെങ്കിലും സൈഡ് എഫക്ട് ഉണ്ടോ എന്ന് അറിയണമെങ്കിലും ഈ ചെക്കപ്പിന് പോകേണ്ടത് നിർബന്ധമാണ്. അതിന് ശേഷം വലിയ കുഴപ്പമൊന്നുമില്ല. അത് 6 മാസമായിരുന്നു ചെക്കപ്പ്. ഇപ്പം കഴിഞ്ഞ ആഴ്ച പോയപ്പോ 1 വർഷത്തേക്ക് മാറ്റി. അതെ, വർഷത്തേക്ക് ഇനി വർഷം ചെക്കപ്പിന് ചെല്ലുക, കല്യാണം കഴിക്കുക, സുഖമായി ജീവിക്കുക. ആശംസകൾ. വളരെ നന്ദി ഡോക്ടർ. നമ്മൾ പറഞ്ഞത് കെയർ ടേക്കേഴ്സിന്റെ കാര്യത്തിൽ നമ്മൾ കുറെ കൂടെ എസ്പെഷ്യലി പാലിയേറ്റീവ് കെയർ ഉള്ള സെറ്റിംഗിൽ രോഗിയെ പരിചരിക്കുന്ന ഒരു ബന്ധുവിനെ സംബന്ധിച്ചിട്ട് നമ്മുടെ മനുഷ്യരുടെ എല്ലാ പ്രവൃത്തികളും കുറച്ച് റിവാർഡ് ഓറിയന്റഡ് ആണ്. നമ്മളൊരു കാര്യം ചെയ്യുന്നു, പരീക്ഷയ്ക്ക് പഠിക്കുന്നു, പരീക്ഷ പാസ്സാവുന്നു, അതാണ് നമ്മുടെ സന്തോഷം. അപ്പോൾ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി പാലിയേറ്റീവ് കെയറിനെ സംബന്ധിച്ച് ഈ രോഗിയെ പരിചരിക്കുന്ന ഒരാളെ സംബന്ധിച്ചിട്ട് എത്രത്തോളം എഫേർട്ട് നമ്മൾ ഇടുന്നുണ്ടെങ്കിലും രോഗിയുടെ കണ്ടീഷനൊന്നും ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു നിരാശ ഒരു പക്ഷേ അയാളുടെ മനസ്സിൽ കാണും. ഈ പരിചരിക്കുന്നവർക്കുള്ള സ്ട്രെനുവസ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ആക്ടിവിറ്റി, അതിനുള്ള ക്ഷീണം ഒരു വശത്ത്, അതിന് പുറമെ ഈ മാനസികമായുള്ള ഒരു തകർച്ച ഈ പരിചരിക്കുന്നവർക്ക് എപ്പോഴും കാണാം. അതിനെയും നമ്മുടെ ഈ പാലിയേറ്റീവ് കെയർ കൺസെപ്റ്റ് അതിനെയും അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അവർക്ക് വേണ്ട ശക്തി പകരുക, അവർക്ക് വേണ്ട വിശ്രമമോ ഒക്കെ കൊടുക്കുക, ഇതിനെക്കുറിച്ച് അവരെ ബോധവാന്മാരാക്കുക. ആ ഒരു ലക്ഷ്യം കൂടെ നമ്മൾ മുന്നിൽ കണ്ടുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട്. ഇപ്പോൾ പാലിയേറ്റീവ് കെയർ സെന്റേഴ്സ് നമ്മുടെ ഇത്തരം ചികിത്സാ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടോ? എത്രത്തോളം പ്രവർത്തിക്കുന്നുണ്ട് ഇപ്പം? ഇന്ത്യയിൽ ആദ്യമായിട്ട് ഒരു പാലിയേറ്റീവ് കെയർ പോളിസി കൊണ്ടുവന്ന കേരള ഗവൺമെൻറ്റാണ്. നമ്മുടെ മിക്കവാറും എല്ലാ സർക്കാർ ആശുപത്രികളിലും പാലിയേറ്റീവ് കെയറിന് വേണ്ടിയിട്ടുള്ള ഒരു വിഭാഗവും ഡോക്ടർമാരും ഉണ്ട് കേരളത്തിൽ അങ്ങും. ഇതിനെല്ലാം പുറമെ RCC പോലുള്ള വലിയ ആശുപത്രികൾക്ക് പുറമെ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 100-120ഓളം ചെറിയ ചെറിയ നഴ്സിംഗ് ഹോമുകളിലും മറ്റും ചെറുതും വലുതുമായ നഴ്സിംഗ് ഹോമുകളിലെല്ലാം തന്നെ പാലിയേറ്റീവ് കെയറിനുള്ള ഫെസിലിറ്റി ഉണ്ട്. ഒരു കോളർ ലൈനിലുണ്ട്. ഹലോ, സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, സംസാരിക്കും മാഡം. ആരാണ്? പേരെന്താ? എന്റെ പേര് സുനിയാണ്. ടെലിവിഷൻ കുറച്ച് വെക്കണേ. ഓക്കെ, അതിൽ നോക്കാതെ സംസാരിച്ചോ. ഡോക്ടറോട് സംസാരിച്ചു. ഹലോ, ഗുഡ് ആഫ്റ്റർനൂൺ സർ. സർ, എന്റെ അമ്മ ക്യാൻസർ വന്നിട്ടാണ് മരിച്ചത്. 2000 മരിച്ചു കഴിഞ്ഞു. അമ്മയ്ക്ക് ആദ്യം ലെഗില്, അമ്മയ്ക്ക് കാലുമേയിരുന്നു അസുഖം, ലെഫ്റ്റ് ലെഗിലായിരുന്നു. അപ്പൊ ബോണില് ഇസ്കിയം ബോണിനായിരുന്നു ക്യാൻസർ. എന്നിട്ട് ഞങ്ങൾ ടാറ്റയിലും RCCയിലൊക്കെ വന്നിരുന്നു. അങ്ങനെയൊക്കെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞു. അപ്പൊ ഇത് ഞാൻ വിളിക്കാൻ കാരണം സർ, ഇത് 97 ഡിറ്റക്ട് ചെയ്ത് അമ്മയ്ക്ക് ഇങ്ങനെ ക്യാൻസർ ഉണ്ട്. തൃശ്ശൂർ ഒരു ലോക്കൽ ഹോസ്പിറ്റലിൽ നിന്നാണ് അറിഞ്ഞത്. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്തേക്ക് റെഫർ ചെയ്തു.
അങ്ങനെ പിന്നെ പെട്ടെന്ന് അമ്മയ്ക്ക് പടരായിരുന്നു അത്. പിന്നെ പെട്ടെന്ന് ഒരു ദിവസം അമ്മയ്ക്ക് ഒരു ഫിക്സ് പോലെ വന്നു. എന്നിട്ട് ഷീ ഫെൽ അൺകോൺഷ്യസ്. എന്നിട്ട് പിന്നെ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എനിക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആയി അത് എങ്ങനെയാ അത് അങ്ങനെ വരുന്നത് വെച്ചാൽ ഡോക്ടേഴ്സ് ഒന്നും അതിനെക്കുറിച്ചിട്ടൊന്നും പറഞ്ഞില്ല. പിന്നെ അമ്മ ബെഡ് റിഡൻ ആയി. പിന്നെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലിനിക്കിൽ പോയിട്ട് ഞങ്ങൾ മരുന്നുകൾ എത്ര കാലത്തിനിടയ്ക്കാണ് ഈ അസുഖം കണ്ടുപിടിക്കുന്നതും ഈ ബെഡ് ഒരു 97-ലാണ് അറിയണത്. 97 എത്ര കാലം കഴിഞ്ഞാണ് പിന്നെ ബെഡ് റിഡൻ ആവുന്നത്, ഫിക്സ് ഒക്കെ വരുന്നത്? ജസ്റ്റ് വിത്തിൻ 1.5 year അമ്മ ആകെ തളർന്നു. ഓക്കെ. ആദ്യം തുടക്കത്തിൽ തന്നെ എന്തെങ്കിലും ചികിത്സിച്ചിരുന്നോ? ചികിത്സ ഇതന്നെയായിരുന്നു. ഞങ്ങൾ ടാറ്റയിലായിരുന്നു കൺസൾട്ട് ചെയ്ത്. അമ്മയ്ക്ക് RCC പോകാൻ ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പൊ അമ്മ പറഞ്ഞു എല്ലാവരും അറിയില്ലെന്ന്, നാട്ടുകാരൊക്കെ അറിയില്ലെന്നുള്ളൊരു വിഷമം. അപ്പൊ ഞങ്ങൾ ബോംബെക്ക് പോയി, ഞാനും അമ്മയായിരുന്നു. എല്ലാം ഷെഡ്യൂൾസിനൊക്കെ ഞാനായിരുന്നു പോയിരുന്നത്. അപ്പൊ ഫ്രീക്വന്റ് ഞങ്ങൾ പോയി വിസിറ്റ് ചെയ്യാ. അപ്പൊ 2 months 3 months എന്നൊക്കെ പറഞ്ഞ കീമോതെറാപ്പി ആണോ സർജറി ആണോ? അമ്മ റേഡിയേഷന് പോയിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് ത്രോട്ടില് പ്രോബ്ലം വന്നിരുന്നു. അപ്പൊ അതൊക്കെ അവര് ഡിറ്റക്ട് ചെയ്ത് അതിനുള്ള മെഡിസിൻസും ഇതൊക്കെ എഴുതിയിരുന്നു. അപ്പൊ പിന്നെ പെട്ടെന്ന് അങ്ങനെ തളർന്നു. പിന്നെ ഈ ഫിറ്റ്സ് ആണ് എനിക്ക് ആകെ ഒരു അത് എന്റെ മുന്നിൽ വെച്ചിട്ടാണ് ഉണ്ടായത്. ഇറ്റ് വാസ് ടെറിബിൾ. അപ്പൊ ഞാൻ അത് അങ്ങനെയൊക്കെ വരുമോ ക്യാൻസർ വന്ന? ക്യാൻസർ വന്നത് ഇപ്പൊ മിക്കവാറും ഫിറ്റ്സ് വന്നതിന് കാരണം ഈ തലയ്ക്കകത്ത് ബ്രെയിനിലേക്ക് അതിന്റെ സ്പ്രെഡായി കാണണം. അപ്പം അത് കാരണമാകാം ഒരു പക്ഷേ ഈ ഫിറ്റ്സ് വരുന്നത്. അപ്പം ഇതിപ്പോ സിംറ്റം കൊണ്ട് നമുക്ക് ഇന്ന സിംറ്റമേ ക്യാൻസറിന് വരില്ല എന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ അമ്മയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല, മലയാളം പറയുന്നത്, പക്ഷേ നോട്ട് റിലേറ്റഡ്. അതൊക്കെയാണ് നിർഭാഗ്യകരമായ ഈ ഒരു അമ്മയ്ക്ക് സംഭവിച്ച സംഗതി എന്ന് പറഞ്ഞാൽ ക്യാൻസർ മറ്റു ഭാഗങ്ങളിലേക്ക്, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു ബ്രെയിനിലേക്ക് അത് പടർന്ന് കാണണം. അപ്പം പലപ്പോഴും ക്യാൻസറുകൾ ചികിത്സിച്ചാൽ തന്നെയും അത് ഒരു പരിധി വരെ ക്യാൻസറുകൾ ഒരുപക്ഷെ മറ്റു ഭാഗങ്ങളിലേക്ക് പടരുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. എന്നാലും 3 years 3 months മതി സാധാരണ അങ്ങനെ. അപ്പൊ ഒരു ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു പക്ഷെ തുടക്കത്തിന് ശേഷം എത്രയോ 1-2 വർഷങ്ങൾ കഴിയുമ്പോഴായിരിക്കും. അപ്പം ഒരു സെല്ല് ഏതാണ്ട് ഒരു 1000 സെല്ലാവാൻ എടുക്കുന്ന സമയം തന്നെ ഒരു പക്ഷേ ഒരു 2-3-4 മാസങ്ങളായിരിക്കും. അതിനുശേഷം അതിന്റെ ഒരു 10 ഇരട്ടി ആകാൻ 1 കിലോ ആകാനൊന്നും അത്ര സമയം എടുക്കത്തില്ല. അപ്പം അത്ര പെട്ടെന്നാണ് ക്യാൻസറിന്റെ വളർച്ച. നമ്മുടെ ക്യാൻസർ നമ്മൾ കണ്ടുപിടിക്കുന്ന സ്റ്റേജ് എന്ന് പറഞ്ഞാൽ അത് ക്യാൻസറുകൾ 1-2 വർഷം നമ്മുടെ ശരീരത്തിൽ നിലനിന്നതിന് ശേഷമായിരിക്കും നമ്മൾ പക്ഷേ കണ്ടുപിടിക്കുന്നത്. അത് കാരണമാണ് ഇത്ര പെട്ടെന്ന് അത് സ്പ്രെഡ് ആവുന്നത്. പ്ലേറ്റ്ലെറ്റ് കൗണ്ട് ഇൻഫെക്ഷൻസ് കൊണ്ട് കുറയാം. അല്ലാണ്ട് ഇത് ക്യാൻസറസ് ആവണമെന്നുണ്ട്. അത് അതിന്റെ കൗണ്ട് കുറയുന്നതനുസരിച്ചിരിക്കും. വളരെ കുറയാണ് പ്ലേറ്റ്ലെറ്റ് കൗണ്ട്. സാധാരണഗതിയിൽ 2-4 ലക്ഷം വേണം. അത് വളരെ കുറയാണ്. ഇപ്പോൾ ഒരാളുടെ പ്ലേറ്റ്ലെറ്റ് നോക്കുമ്പോഴത്തേക്കും ഒരു 30,000-ഓ 20,000-ഓ ഉള്ളെങ്കിൽ നമുക്ക് വളരെ സംശയിക്കേണ്ടിയിരിക്കുന്നു, എന്താണ് ക്യാൻസറോ അല്ലെങ്കിൽ അങ്ങനത്തെ രോഗങ്ങളാണോ എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ കുറച്ചൊക്കെ കുറയുന്നത് കൊണ്ടൊന്നും അല്ലാതുള്ള അസുഖങ്ങളും കുറയാൻ നല്ല സാധ്യതയുണ്ട്. അമ്മയ്ക്ക് പ്ലേറ്റ്ലെറ്റ് കൗണ്ട് കുറഞ്ഞതിന് കാരണം ബ്രെയിനിലല്ല, ബോൺ മാരോയിലേക്ക് അത് അതിന്റെ മെറ്റ്സ് ആയതുകൊണ്ടായിരിക്കും. ബോൺ മാരോയിൽ നിന്നാണ് ക്യാൻസർ പ്ലേറ്റ്ലെറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. വിളിച്ചതിന് വളരെ നന്ദി. നമ്മൾ പാലിയേറ്റീവ് കെയർ സെൻറ്റേഴ്സ് പല ഗവൺമെൻറ് ആശുപത്രികളിലും ക്യാൻസർ ചികിത്സാ കേന്ദ്രങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്നാണ് പറഞ്ഞു നിർത്തിയത്. ഡോക്ടർ, ഈ വേദന എത്രത്തോളം നമുക്ക് ശമിപ്പിക്കാം, അല്ലെങ്കിൽ രോഗിക്ക് ചുരുങ്ങിയ ജീവിതമേ ഉള്ളൂ എങ്കിൽ അത്രയും ദിവസം എത്ര മെച്ചപ്പെട്ട ജീവിതം കൊടുക്കാം എന്നതാണല്ലോ പാലിയേറ്റീവ് കെയറിലൂടെ നമ്മൾ ലക്ഷ്യമിടുന്നത്. പാലിയേറ്റീവ് കെയറിൽ ശസ്ത്രക്രിയ, ക്യാൻസർ രോഗങ്ങളുടെ ശസ്ത്രക്രിയയിൽ പാലിയേറ്റീവ് കെയർ എത്രത്തോളം റോള് വഹിക്കുന്നുണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് നമ്മുടെ ലക്ഷ്യമാണ്. ആ ലക്ഷ്യത്തിനുള്ള മാർഗ്ഗങ്ങൾ എന്ന് പറഞ്ഞാൽ ശസ്ത്രക്രിയ ആവാം, കീമോതെറാപ്പി ആവാം, റേഡിയേഷൻ ആവാം. മാർഗ്ഗങ്ങൾ ക്യൂറേറ്റീവ്സ്, അസുഖം ഭേദമാക്കാനുള്ള ചികിത്സയായാലും ശരി, ഈ പാലിയേറ്റീവ് കെയർ ആയാലും ശരി, നമ്മുടെ മാർഗ്ഗങ്ങളൊന്നു തന്നെയാണ്. അപ്പം ശസ്ത്രക്രിയയ്ക്ക് പാലിയേറ്റീവ് കെയറിൽ വളരെയധികം പ്രധാനമായ റോളുണ്ട്. നമ്മുടെ ഏറ്റവും സാധാരണമായിട്ട് കണ്ടുവരുന്ന ശ്വാസകോശ ക്യാൻസറാണ്. അപ്പോൾ ശ്വാസകോശ ക്യാൻസർ നമ്മൾ കണ്ടുവരുന്നത് ശ്വാസകോശത്തിനകത്ത് ക്യാൻസർ വരുന്നതിൻ്റെ ഭാഗമായിട്ട് പ്ലൂറൽ എഫ്യൂഷൻ, അതായത് ശ്വാസകോശത്തിനകത്ത് നീർക്കെട്ട്, അത് കാരണം ഒരു പക്ഷേ രോഗിക്ക് ശ്വാസം വിടാൻ ഭയങ്കര പ്രയാസം വരും. ആ ഒരു സന്ദർഭത്തിൽ ഒരു ചെറിയൊരു ശസ്ത്രക്രിയ, ഇന്റർകോസ്റ്റൽ ഡ്രെയിനേജ് ട്യൂബ്
എന്ന് പറയുന്ന ട്യൂബ് ഇട്ടതിന് ശേഷം അതുവഴി ഫ്ലൂയിഡ് പുറത്തേക്ക് എടുത്ത് കളയുക. അത് വളരെ ചെറിയൊരു ശസ്ത്രക്രിയയാണ്. അതുവഴി ശ്വാസം മുട്ടൽ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഏറ്റവും സാധാരണമായ മറ്റൊരു അസുഖമാണ് ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സ്. ഹെഡ് ആൻഡ് നെക്ക് ക്യാൻസേഴ്സിലും രോഗിക്ക് വരുന്ന പ്രത്യേകിച്ചും വായുടെയും തൊണ്ടയിലും ഒക്കെ വരുന്ന ക്യാൻസറുകൾ കാരണം രോഗിക്ക് ഒരുപക്ഷെ ആഹാരം ഇറക്കാൻ പ്രയാസം വരും. അതുപോലെ തന്നെ ശ്വാസം വിടാൻ പ്രയാസം വരും. അപ്പോൾ ശ്വാസം വിടാൻ പ്രയാസം വരുന്ന രോഗിക്ക് എമർജൻസി ആയിട്ട് ഇവിടെ ഒരു ചെറിയൊരു ഓപ്പറേഷൻ നടത്തിയിട്ട് ട്രക്കിയോസ്റ്റമി എന്ന് പറയും, ശ്വാസം വിടാനുള്ള സംവിധാനം ഒരുക്കുക. ആഹാരം കഴിക്കാൻ പറ്റാത്ത രോഗികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വയറ്റിനകത്ത് ചെറിയൊരു ഓപ്പറേഷൻ നടത്തി ഒരു ആഹാരം നടത്തുന്ന ഫീഡിംഗ് ട്യൂബ് ഇടുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. മറ്റു അസുഖങ്ങളിലേക്ക് വീണ്ടും വരാം. കോളർ ലൈനിലുണ്ട്. ഹലോ, സ്വാഗതം. ആരാണ്? ഹലോ, സജിത, തൃശ്ശൂരിൽ നിന്നാണ്. സംസാരിച്ചോളൂ സജിത. സജിത പറയൂ. ഹലോ സാർ. പറയൂ സജിത. എന്റെ ബ്രസ്റ്റിൽ ഇങ്ങനെ ചെറുതായിട്ടൊരു മുഴ കാണുന്നുണ്ട്. അത് ഞാൻ ഒരിക്കൽ ഡോക്ടറോട് കാണിച്ചത്, അത് ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചത്. അവര് പറഞ്ഞ കുഴപ്പമൊന്നുമില്ല, മെൻസസ് ടൈമിൽ അങ്ങനെ തോന്നില്ല ഉള്ളത്. അത് പിന്നെ കുറെ ദിവസം കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മുഴ പോലെ വരുന്നുണ്ട്. അതെന്താണ്? ക്യാൻസർ ആയിരിക്കോ? എന്റെ ആദ്യത്തെ ഉപദേശം മാറിൽ വരുന്ന മുഴയ്ക്ക് ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കാതിരിക്കുക. അപ്പം ഇപ്പം ഗൈനക്കോളജിസ്റ്റ് പഠിക്കുന്ന സമയത്ത് ഡോക്ടർമാർ മുഴുവനും ഗർഭപാത്ര സംബന്ധമായ അസുഖങ്ങൾക്കാണ് അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. മാറിൽ വരുന്ന അസുഖങ്ങൾക്ക് ഒരു ജനറൽ സർജനെ, പ്രിഫറബിളി ഒരു ക്യാൻസർ സർജനെ സമീപിക്കുക. തൃശ്ശൂർ തന്നെ നിങ്ങൾക്ക് ക്യാൻസർ ആശുപത്രി ഉണ്ട്, അമല ക്യാൻസർ ഹോസ്പിറ്റലുണ്ട്. അവിടെ പോയി മടിച്ചു നിൽക്കാതെ, ക്യാൻസറുകൾ വരുന്ന ആൾക്കാർ മാത്രമല്ല ക്യാൻസർ ആശുപത്രി പോകുന്നത്. ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യണമെങ്കിലും ഇതിനേക്കാളും ക്യാൻസർ ആശുപത്രിയിൽ പോകുന്നതിനേക്കാളും നല്ലൊരു മാർഗം വേറെ ഇല്ല. അതുകൊണ്ട് സമയം കളയാതെ എത്രയും പെട്ടെന്ന് അടുത്തുള്ള ക്യാൻസർ ആശുപത്രിയിൽ പോവുക. അതിനുശേഷം RCCയിലേക്കും സ്വാഗതം. പ്രത്യേകിച്ച് ഒരു ലക്ഷണം ഉണ്ടാവണമെന്നില്ല. മാറിലൊരു മുഴ മാത്രമായിരിക്കും ഒരു ലക്ഷണം. ആവാം. ഇപ്പം ഒരു നിങ്ങളുടെ പ്രായത്തിലുള്ള ഒരു ആളിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഒരു 99% മുഴകളും ക്യാൻസർ അല്ല. പക്ഷെ അതുകൊണ്ടൊരു മുഴ വന്നു കഴിഞ്ഞാൽ നമുക്കത് അതിൽ ചില പ്രത്യേക പരിശോധനകൾ നടത്താതെ, ക്യാൻസർ സെന്ററുകളിലും പ്രത്യേക സിറ്റികളിലുമുള്ള ചില പ്രത്യേക പരിശോധനകൾ നടത്താതെ അത് ക്യാൻസർ എന്ന് പറയാൻ യാതൊരു നിർവാഹമില്ല. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ക്യാൻസർ ആശുപത്രി പോവുക. 2 ടെസ്റ്റുകൾ ഞാൻ പറയാം. FNAC, മാമോഗ്രാം. ഈ 2 പരിശോധനകളും ചെയ്യുക. ഡോക്ടറോട് ഇൻസിസ്റ്റ് ചെയ്ത് ഈ 2 പരിശോധന ചെയ്തതിനു ശേഷം മാത്രമേ ക്യാൻസർ സർജനെ സമീപിക്കുക. ഇത്തരം സംശയങ്ങളൊക്കെ വളരെ പെട്ടെന്ന് കണ്ടുപിടിച്ച് ദൂരീകരിക്കേണ്ടതാണ് അല്ലേ ഡോക്ടർ? കാലതാമസം രോഗത്തിന് ഗുരുതരാവസ്ഥയിലേക്ക് എത്തിക്കും. നമ്മൾ നേരത്തെ ശസ്ത്രക്രിയ ആവശ്യപ്പെടുന്ന പാലിയേറ്റീവ് കെയറിൽ ശസ്ത്രക്രിയ ആവശ്യപ്പെടുന്ന രോഗങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ഇപ്പം സ്ത്രീകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ സനാർബുദം ഒരുപക്ഷെ മറ്റു ഭാഗങ്ങളിലേക്ക് സ്പ്രെഡായി പോയിട്ടുണ്ടെങ്കിൽ പോലും അതിന്റെ ചില സൈഡ് എഫക്റ്റ്, അതായത് അൾസറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങൾ കുറയ്ക്കാനായിട്ട് നമുക്ക് ശസ്ത്രക്രിയ ചെയ്യാൻ പറ്റും. ശസ്ത്രക്രിയ എന്ന് പറഞ്ഞാൽ മാസ്റ്റക്ടമി, സ്തനം റിമൂവ് ചെയ്യുക, അല്ലെങ്കിൽ ഈ സ്തന പുനർനിർമ്മാണ ശസ്ത്രക്രിയ, സ്തനവും അതുപോലെ തന്നെ ചെസ്റ്റ് വോളം ഉണ്ടാകുന്ന മുറിവുകൾ ശസ്ത്രക്രിയ നടത്തി അത് ഭേദമാക്കുക, അങ്ങനെയുള്ള മാർഗങ്ങളുണ്ട്. അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ ഈ കുടലിൽ വരുന്ന ക്യാൻസറുകളിലൊക്കെ പറയുകയാണെങ്കിൽ ഒരു പ്രധാന ആയിട്ടുള്ള ഒരു കോംപ്ലിക്കേഷൻ ഒബ്സ്ട്രക്ഷൻ അഥവാ കുടൽ തടസ്സമാണ്. കുടലിൽ ക്യാൻസർ വന്നിട്ട് അത് കാരണം ഭക്ഷണവും മലമൊന്നും പോകാതെ വന്നിട്ട് നമുക്ക് ഛർദിലും ഒക്കെ വരും. അപ്പോൾ അങ്ങനെയുള്ള ഘട്ടത്തിലും ശസ്ത്രക്രിയയ്ക്ക് വളരെ പ്രധാനമായ റോളാണ്. ശസ്ത്രക്രിയയ്ക്ക് റോളുള്ളവിടെ ഒന്നുകിൽ നമുക്ക് ഇപ്പം സ്റ്റെൻഡിങ് പോലുള്ള പരിപാടികളൊക്കെ ചെയ്യാം. അതും ഒരു വിധത്തിൽ പറഞ്ഞ ശസ്ത്രക്രിയയുടെയും ഒരു വകഭേദമാണെന്ന് പറയാം. അതായത് ഈ ട്യൂമറിനകത്തുകൂടെ, ഇൻറ്റസ്റ്റൈനകത്തുകൂടെ ഒരു സ്റ്റെൻഡ് ഇടുക. സ്റ്റെൻഡ് ഇട്ടിട്ട് ഈ തടസ്സമുള്ള ഭാഗം അങ്ങ് മാറ്റുക. അതല്ലെങ്കിൽ ഒരു ഓപ്പറേഷൻ നടത്തിയിട്ട് ഈ തടസ്സമുള്ള ഭാഗം ഓപ്പറേഷൻ ചെയ്ത് നീക്കുക. അപ്പം അങ്ങനെ അവിടെയും ഈ പാലിയേറ്റീവ് ഓപ്പറേഷന് അവിടെ റോളുണ്ട്. അതുപോലെ ഏത് ശസ്ത്രക്രിയ എടുത്താലും ഈ പാലിയേഷൻ സർജറിക്ക് വളരെ പ്രധാനമായ ഒരു റോളുണ്ട് നമുക്ക് കാണാൻ. അപ്പോൾ ശരിക്കും അടുത്തൊരു കോളിലേക്ക് പോകും. ഹലോ, സ്വാഗതം. ആരാണ്? സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ മുഹമ്മദ് അലി, പെരിന്തൽമണ്ണയിൽ നിന്ന്. ഡോക്ടറോട് സംസാരിച്ചോളൂ. എന്താ മുഹമ്മദ് അലി? ഞാൻ ക്യാൻസറിന് ഇത് എങ്ങനെയൊക്കെ ഉണ്ടാകുന്നത്, ഇതിന്റെ എന്തെന്നൊക്കെ ഉണ്ടാകുന്നതൊക്കെ ഒന്ന് പറഞ്ഞു. ക്യാൻസർ ഉണ്ടാകുന്നതോ? ഹലോ, അത് ടെലിവിഷന്റെ വോളിയം കുറച്ചിട്ട് ടെലിവിഷനിൽ നോക്കാതെ സംസാരിക്കും. എന്തെങ്കിലും പ്രത്യേക ക്യാൻസറിനെ കുറിച്ച് അറിയണോ? ഇത് വളരെ വിശാലമായ ഒരു വിഷയമല്ലേ? അല്ലല്ല, പ്രത്യേകിച്ചല്ല. എങ്ങനെ ഇത് എന്തെന്നൊക്കെ ഉണ്ടാകുന്ന, പുകവലിന്ന് ഉണ്ടാകുന്നുണ്ടോ, അതേമാതിരി മറ്റേ
മദ്യത്തിൽ നിന്ന് ഉണ്ടാകുന്നുണ്ടോ അങ്ങനെ? ശരി ശരി ക്യാൻസർ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനേക്കാൾ ഉപരി ക്യാൻസർ ഉണ്ടാകാതിരിക്കാൻ എന്തൊക്കെ ചെയ്യാമെന്നതിനെ കുറിച്ച് ഞാൻ പറയാം. പ്രധാനമായിട്ടും പുകവലി പാടി ഒഴിവാക്കുക, മദ്യപാനം ഒഴിവാക്കാൻ പറ്റിയില്ലെങ്കിൽ കുറയ്ക്കുക. ഞാൻ മദ്യപാനിയും പുകവലിക്കാനൊന്നല്ല. അല്ല, ഞാൻ നിങ്ങൾക്ക് മാത്രമല്ല, ഇത് കാണുന്ന എല്ലാവർക്കും വേണ്ടിയാ പറയുന്നത്. മൂന്നാമത്, പറ്റുന്നത്രയും നമ്മുടെ ഭക്ഷണത്തിനകത്ത് സസ്യഭക്ഷണം, ഫ്രൂട്ട്സും വെജിറ്റബിൾസും ധാരാളം കഴിക്കുക. നാലാമത്, മാംസാഹാരം വളരെയധികം കഴിക്കുന്നത് കുറച്ച് കുറയ്ക്കുക. ധാരാളം എണ്ണയും കൊഴുപ്പും കഴിക്കുന്നത് കുറച്ച് കുറയ്ക്കുക. അഞ്ചാമത്, എക്സസൈസ് ചെയ്യുക, റെഗുലറായിട്ട് വ്യായാമം ചെയ്യുക. ഇത്തരം മാർഗങ്ങളിലൂടെ നമുക്ക് ക്യാൻസർ വളരെയധികം കുറയ്ക്കാൻ കഴിയും. കുറയ്ക്കുന്നത് വളരെ നല്ലതാണ്, വളരെ നല്ലതാണ്. വിളിച്ചതിന് വളരെ നന്ദി ഡോക്ടർ. ഈ പുകവലിക്കാർക്ക് വലിയ പേടിയുള്ളൊരു വാർത്തയായിരിക്കും ഇപ്പോൾ ഡോക്ടർ. ശ്രദ്ധിക്കുന്നവർക്ക് പേടിയുണ്ടാവാം, അറിയുന്നതാണ്. ഇതൊന്നും അറിയാത്ത ആൾക്കാരില്ല. ഇപ്പോൾ പാൻപരാഗ് എന്ന് പറയുന്നത് ഒഴിവാക്കേണ്ട ഡോക്ടർ വിട്ടുപോയ ഒരു സംഗതിയാണ്. എത്രത്തോളം ഉണ്ട് ഇപ്പോൾ ക്യാൻസർ രോഗികളായിട്ട് വരുന്നവരിൽ പാൻപരാഗ് ഉപയോഗിക്കുന്ന ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടുണ്ടോ? അതൊരു കാരണമാവുന്നുണ്ടോ? നമ്മുടെ നാട്ടിൽ അത് പ്രസക്തമാണോ? അതെ, നമ്മുടെ നാടിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇതുവരെ ഞങ്ങൾ കണ്ടിട്ടിരിക്കുന്നത് ഈ ടൊബാക്കോ ചൂവിങ് നമ്മുടെ നാട്ടിൽ വളരെ കുറവായിരുന്നു. ഞാൻ അഹമ്മദാബാദിലും കുറച്ച് പഠന സംബന്ധമായിട്ട് ജോലി ചെയ്തിട്ടുണ്ട്. ആ സമയത്ത് അഹമ്മദാബാദിലൊക്കെ കാണാൻ കഴിയുന്നത് 100% ആൾക്കാർ മാനുവൽ ലേബേഴ്സ് ആയാലും ശരി, യങ്സ്റ്റേഴ്സ് ആയാലും ആണുങ്ങളെല്ലാം ഈ ടൊബാക്കോ ചൂ ചെയ്യുന്നവരാണ്. പക്ഷേ കേരളത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ടൊബാക്കോ ചൂയിങ് വളരെ ഈ പ്രായം കൂടിയ കുറച്ച് പേര് ഒഴികെ ടൊബാക്കോ ചൂയിങ് യങ്ങർ ഏജിൽ ചെയ്യുന്നവർ വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പം ഞാൻ ചിലരെ സംസാരിച്ചിരുന്ന ഒരു ചെറിയൊരു ട്രെൻഡ് ഡിഫറൻസ് കണ്ടുവരുന്നതായിട്ട് കണ്ടു. അപ്പോൾ ഇപ്പം നമ്മുടെ നാട്ടിൽ ഒരുപാട് മാനുവൽ ലേബേഴ്സ് വെളിയിൽ നിന്ന് വരുന്നുണ്ട്, നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്നുണ്ട്. അവർ ആ ഒരു ടൊബാക്കോ കൾച്ചറും കൊണ്ടാണ് വരുന്നത്. അത് നമ്മുടെ യങ്സ്റ്റേഴ്സും നമ്മുടെ ബോയ്സും അറിയാതെ ആ ഒരു ഹാബിറ്റിലേക്ക് വഴുതി വീഴുന്നുണ്ട്. ഇപ്പൊ ടൊബാക്കോ ചൂയിങ് കുറച്ച് റാമ്പന്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ നാട്ടില്. വളരെ ശക്തമായ നടപടികൾ നമ്മൾ എടുക്കേണ്ടിയിരിക്കുന്നു. അവബോധം അല്ലെങ്കിൽ ഗവൺമെന്റ് തലത്തിലുള്ള ആക്ഷൻ എന്നീ വഴികളിലൂടെ ഈ ടൊബാക്കോ ചൂയിങ് ഇങ്ങനെ ഒരു ഭാഗ്യവശാൽ സ്മോക്കിംഗ് വളരെ കുറഞ്ഞു വരികയാണ് ഇപ്പം. പക്ഷേ നിർഭാഗ്യവശാൽ ഇങ്ങനെ പുതിയ ചില ശീലങ്ങൾ നമ്മുടെ നാട്ടിൽ വീറുന്നി തുടങ്ങിയിരിക്കും. ശരിക്കും ഈ അനുകരണ വാസന ഏറ്റവും കൂടുതൽ കുട്ടികൾക്കാണ്. കുട്ടികളുടെ ബോയ്സ് സ്കൂളുകളുടെ പരിസരത്തൊക്കെ ഇത്തരം പ്രവണതകൾ സ്കൂളുകളിൽ നിന്ന് തന്നെ തുടങ്ങും. അപ്പൊ ഇത്തരം പ്രവണതകൾ അവസാനിക്കാനായിട്ട് നമ്മുടെ പ്രവർത്തനം സ്കൂളുകളിൽ നിന്ന് ആരംഭിക്കണം. അടുത്ത കോളിലേക്ക് പോകാം. ഹലോ, സ്വാഗതം. ആരാണ്? ഹലോ, സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ആരാണ്? എനിക്ക് ഈ ശ്വാസകോശ ക്യാൻസർ എങ്ങനെയാ ഡിറ്റക്ട് ചെയ്യണമെന്നും അതിന്റെ പ്രതിവിധികൾ എന്താണെന്നും ഒന്ന് അറിയണം. എവിടുന്നാണ് വിളിക്കുന്നത്? അങ്കമാലിക്ക് അടുത്ത് കറുകുറ്റി ഷീബ എന്ന് പറയും. ശരി, സംസാരിച്ചു. ഈ ക്യാൻസർ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ചില പരിശോധനകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് പൊതുവെ പറയുന്നത് ക്യാൻസർ സ്ക്രീനിങ് മെത്തേഡ്സ് എന്നാണ്. അപ്പോൾ നമ്മുടെ പക്ഷേ നിർഭാഗ്യവശാൽ ഈ ക്യാൻസർ സ്ക്രീനിങ് മെത്തേഡ്സ് ഒന്നും തന്നെ വളരെയധികം ഫലപ്രാപ്തി ഉള്ളതല്ലെന്നാണ് തെളിഞ്ഞിരിക്കുന്നത്. അപ്പം പണ്ട് പലരും പല പഠനങ്ങളും നടത്തി. ഫോർ എക്സാമ്പിൾ, എല്ലാ ആൾക്കാർക്കും എക്സ്റേ എടുത്ത് നോക്കുക, ക്യാൻസർ ലങ് വരുന്നുണ്ടോ നോക്കുക. എല്ലാവരുടെയും കഫം ടെസ്റ്റ് ചെയ്യുക, അതിൽ ക്യാൻസർ വരുന്നുണ്ടോ നോക്കുക. മൂന്നാമത് CT സ്കാൻ എടുത്ത് നോക്കുക. അപ്പോൾ ഇതൊക്കെ ഒരു സാമൂഹികമായ ലെവലിൽ ഇതൊക്കെ വളരെയധികം ചിലവുണ്ടാക്കുന്നതാണെന്ന് മാത്രമല്ല, ശരിക്കും ക്യാൻസറുകൾ ഡിറ്റക്ട് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് പ്രെഡിക്റ്റീവ് വാല്യൂ ഇതിനൊക്കെ വളരെ കുറവാണ്. മാത്രമല്ല ഇത് ജനങ്ങളിൽ അനാവശ്യമായ ഭീതി ഉണ്ടാക്കും. അപ്പോൾ ഒരു 100 മുഴ എടുത്താൽ ഒന്നേ ക്യാൻസർ കാണുള്ളൂ. അപ്പോൾ എല്ലാവരും പോയി എക്സ്റേ എടുക്കുകയാണെങ്കിൽ എക്സ്റേയിൽ അവിടെ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ അത് അനാവശ്യമായ ഒരു മാസ് ആയിട്ടുള്ള ഒരു സൈക്കോളജിക്കൽ ഡാമേജിലോട്ട് പോകും. അപ്പം നിങ്ങൾക്ക് തരാൻ പറ്റിയ ശരിക്കുള്ള ഉപദേശം, ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും സിംറ്റം ഉണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്യുക. സ്മോക്കിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് സ്മോക്കിംഗ് ആവാം, പാസീവ് സ്മോക്കിംഗ് ആവാം. സ്മോക്കറിന്റെ കൂടെ നമ്മൾ വളരെയധികം സമയം കഴിയുകയാണെങ്കിൽ നമുക്ക് കഴിയുന്നവർക്കും പാസീവ് സ്മോക്കിംഗ് വഴി ഈ പുകവലിയിലുള്ള ദൂഷ്യ കാര്യങ്ങൾ നമ്മുടെ ശ്വാസകോശത്തിൽ കടന്നില്ലാനും ശ്വാസകോശ ക്യാൻസർ ഉണ്ടാകാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പം സിംറ്റംസ് ഇഗ്നോർ ചെയ്യാതിരിക്കുക. എന്തെങ്കിലും ശ്വാസകോശ സംബന്ധമായ രോഗമുണ്ടെങ്കിൽ എളുപ്പം ഡോക്ടറെ സമീപിച്ച് എക്സ്റേയും വല്ലതൊക്കെ എടുത്ത് പരിശോധിക്കുക. അതേ എനിക്ക് പറയാൻ കഴിയുള്ളൂ. വിളിച്ചതിന് വളരെ നന്ദി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ പുകയില തുടങ്ങിയിട്ടുള്ള ലഹരി പദാർത്ഥങ്ങളുടെ ഉപയോഗം ഗണ്യമായി കുറയ്ക്കേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നതാണ് ഡോക്ടർ. ഈ
അവയവങ്ങൾ റിമൂവ് ചെയ്യുന്ന കാര്യം, പാലിയേറ്റീവ് കെയറിൻ്റെ കാര്യത്തിൽ പറഞ്ഞു, വ്രണം ബാധിച്ച ഭാഗം മാത്രം മാറ്റുകയോ അല്ലെങ്കിൽ അവയവത്തെ തന്നെ പൂർണ്ണമായി മാറ്റുകയോ ചെയ്യുക എന്നുള്ളത് സാന്ത്വന ചികിത്സയുടെ ഒരു ഭാഗമാണ് എന്ന് പറഞ്ഞു. അപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഈ ബ്രസ്റ്റ് റിമൂവൽ എന്ന് പറയുന്നത് വളരെ വൈകാരികമായി അവരെ ബാധിക്കുന്ന ഒരു പ്രശ്നം കൂടിയല്ലേ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത്? സാന്ത്വന ചികിത്സാ രംഗത്ത് പ്രവർത്തിക്കുന്നവർ അത്തരം പേഷ്യൻസിനെ എങ്ങനെയാണ് അവരുടെ മാനസിക പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുക? സാന്ത്വന ചികിത്സയിൽ ആ ബ്രസ്റ്റ് റിമൂവ് ചെയ്യേണ്ട സാധ്യതകൾ ഒരു പക്ഷേ വളരെ കുറവാണ്. എന്ന് പറഞ്ഞാൽ ഒരു വളരെയധികം ആളിന് ദോഷം ഉണ്ടാക്കാവുന്ന അല്ലെങ്കിൽ ഡിസ്കംഫർട്ട് ഉണ്ടാക്കുന്ന ഒരു വ്രണമൊക്കെ വരുമ്പോൾ തന്നെ ആരും ബ്രസ്റ്റ് കൺസർവേഷനെ കുറിച്ച് വലുതായിട്ട് ബോധമിടല്ല. നേരെ മറിച്ച് അസുഖത്തിന്റെ തുടക്കത്തിൽ തന്നെ വരുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ഈ സ്ഥലം നിലനിർത്തുക അല്ലെങ്കിൽ റിമൂവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രാധാന്യമായ ഒരു സംഗതിയാണ്. നമുക്കറിയാം ഇന്നത്തെ ശാസ്ത്രം വളരെയധികം പുരോഗമിച്ചിരിക്കുന്നു. പണ്ട് ഓപ്പറേഷൻ മാത്രം ചെയ്തിരുന്നിടത്ത് ഇപ്പോൾ ഓപ്പറേഷൻ ഉണ്ട്, റേഡിയേഷൻ തെറാപ്പി ഉണ്ട്, കീമോതെറാപ്പി ഉണ്ട്, അങ്ങനെ 3 ചികിത്സാ രീതികളുണ്ട്. അതല്ലാതെ ഹോർമോൺ തെറാപ്പി 4ാമത് ചികിത്സാ രീതിയുണ്ട്. ഇതെല്ലാം കൂടെ സമഞ്ജസമായിട്ട് കോർത്തിണക്കുമ്പം പണ്ട് ചെയ്തിരുന്ന പോലെ വലിയ വലിയ ഓപ്പറേഷൻസ് നമുക്ക് കുറച്ച് കൊണ്ടുവരാൻ പറ്റും. അപ്പം പണ്ട് സ്തനാർബുദം സ്ഥലം മാറ്റുക എന്നുള്ളതായിരുന്നു. പക്ഷേ ഇത് ഇന്നിപ്പോൾ മാറി, ലോകം ഇന്നൊക്കെ വളരെയധികം മുന്നോട്ട് പോയി. സ്തനാർബുദം ഉണ്ടെങ്കിൽ തന്നെ സ്തനത്തിന്റെ ഈ അസുഖം ബാധിച്ച ഭാഗം മാത്രം എടുത്തു കളഞ്ഞതിന് ശേഷം നമുക്കത് ബാക്കി കീമോതെറാപ്പിയും റേഡിയേഷനും ഒക്കെ കൊടുത്തിട്ട് ഈ സ്തനാർബുദം വളരെ നിശേഷം മറ്റ് സ്തനം മാറ്റുന്ന ശസ്ത്രക്രിയയെ പോലെ തന്നെ വളരെ ഫലപ്രദമായിട്ട് അത് ലക്ഷ്യം ചെയ്തേക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അടുത്ത കോൾ അറ്റൻഡ് ചെയ്തിട്ട് അതിലേക്ക് വരാം. ഹലോ, സ്വാഗതം. ആരാണ്? ഹലോ, ഞാൻ മണിയൻ. ആരാണ് സാർ? മണിയൻ. എവിടെ നിന്ന് വിളിക്കുന്നു? തൃത്താല. ശരി, സംസാരിച്ചോളൂ. മണിയൻ പറയൂ. ഡോക്ടർ പറയൂ. ഞാൻ ഇപ്പൊ ഗ്യാസ്ട്രോഎൻട്രോളിസിസ് ഇത് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. എന്ത് ഓപ്പറേഷനാണ്? വയറുവേദനയായിട്ട് തുടങ്ങിയത്. ഇപ്പൊ വയറ്റില് അൾസറിന്റെ ഇത് മുഴയൊക്കെ ഉണ്ടായിരുന്നു പറഞ്ഞു, അതെല്ലാം നീക്കം ചെയ്ത്. അതെ, 1 മാസം കഴിഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുള്ള റിപ്പോർട്ടിൽ എന്തെങ്കിലും കുഴപ്പം പറഞ്ഞിരുന്നോ? അതിലൊന്നും പറഞ്ഞില്ല. ഇപ്പൊ 2 ദിവസം മുന്നേ എനിക്ക് പനിച്ചു. രണ്ടാമത് അല്ല, ആ റിപ്പോർട്ട് നോക്കിയോ? നിങ്ങൾ കാണിച്ചോ റിപ്പോർട്ട്? എവിടെയെങ്കിലും പതോളജി റിപ്പോർട്ട് കാണിച്ചോ? രണ്ടാമത് ഈ റിപ്പോർട്ട് ഞാൻ ഡോക്ടറെ കൊണ്ടുപോയി. ഡോക്ടർ EMS-ലാണ് ഓപ്പറേഷൻ കഴിഞ്ഞത്. അതിൽ ക്യാൻസറിന്റെ അംശം അങ്ങനെയൊന്നും പറയുന്നില്ല? ഒന്നും പറഞ്ഞില്ല, അന്നൊന്നും പറഞ്ഞില്ല. അപ്പൊ ഇന്നലെ ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു. അതെ. അപ്പൊ വയറ്റില് കുറച്ച് നീർക്കെട്ട് ഉണ്ടായിരുന്നു, അതെല്ലാം കുത്തിയെടുത്തു. അതെ. അപ്പൊ ഡോക്ടർ ഇപ്പോ വേറെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഒരു എഴുത്ത് തന്നുണ്ട്. അത് ഒന്നിന് അമലയിലോ ഇല്ലെങ്കിൽ വേറെ എവിടെ സൗകര്യം അവിടെ കൊടുക്കാൻ പറഞ്ഞു. ഓൺകോളജിസ്റ്റിന്റെ അടുത്തൊന്ന് ചെക്ക് ചെയ്തിട്ട് ചിലപ്പോ അവിടെ ഇഞ്ചക്ഷൻ ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞു. അതെ. അപ്പോ അതിനെ പറ്റി സൂക്ഷ്മമായി അറിയാൻ വേണ്ടിയിട്ടാണ് വിളിക്കുന്നത്. ക്യാൻസർ ചികിത്സയുള്ള സ്ഥലത്തോട്ട് പോവാൻ പറഞ്ഞതിൽ നിന്നും എന്തെങ്കിലും അവർക്ക് സംശയം ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതെ, ആദ്യം പറഞ്ഞില്ല, ഇപ്പൊ ഇന്നലെയാണ് പറഞ്ഞത്. അതെ. അപ്പം അമലയിലോ അല്ലെങ്കിൽ RCCയിലോ എത്രയും പെട്ടെന്ന് ഈ റിപ്പോർട്ടും അതോടൊപ്പം തന്നെ വേറൊരു കാര്യം ഞാൻ പറയുന്നത്, പഴയ റിപ്പോർട്ടുകളെല്ലാം കൊണ്ടുവരണം. മാത്രമല്ല ഈ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് എടുത്ത ഭാഗം പരിശോധിച്ച പതോളജി ബ്ലോക്സും സ്ലൈഡ്സും കാണും. റിപ്പോർട്ട് മാത്രമല്ല, പേപ്പർ മാത്രമല്ല, അതിന്റെ ബ്ലോക്സും സ്ലൈഡ്സും കാണും. ലാബിൽ നിന്ന് അതുകൂടെ വാങ്ങിച്ചോണ്ട് വരണം. കാരണം അവിടെ ഒരിടത്ത് ക്യാൻസർ എന്നോ അല്ലെന്നോ പറഞ്ഞാൽ പോലും RCC പോലുള്ള സ്ഥാപനങ്ങളിൽ ഞങ്ങൾ ഒന്നുകൂടെ ചെക്ക് ചെയ്യും. അത് എല്ലാ റിപ്പോർട്ടുകളും ആ ബ്ലോക്സും സ്ലൈഡ്സും പതോളജിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് അടുത്തുള്ള ആ ഡോക്ടറെ സമീപിക്കുക. എല്ലാവരുടെ സൗകര്യമാണ്. നിങ്ങൾക്ക് RCC വരികയാണെങ്കിൽ സ്വാഗതം. അതെ. എറണാകുളത്ത് മറ്റേ ലക്ഷോർ കാണിക്കാന്ന് പറയുന്നുണ്ട് ചിലവര്. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ. ലക്ഷോർ ആയാലും അവിടെയും ക്യാൻസർ സർജൻ ഉണ്ട്. അതെ. അതെ. അപ്പൊ ഇത് പേടിക്കാൻ ആദ്യം കുഴപ്പം പറഞ്ഞു. എനിക്ക് 2 കൊല്ലമായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു അസുഖം. അതെ. ഞാൻ തൃശ്ശൂരും അമലയിലൊക്കെ ആദ്യം കാണിച്ചു. റിപ്പോർട്ട് ഈ മറ്റേ എൻഡോസ്കോപ്പി എല്ലാം കഴിഞ്ഞു, സ്കാനിങ് എല്ലാം കഴിഞ്ഞു, അതിലൊന്നും കുഴപ്പമില്ലാന്ന് പറഞ്ഞു. എന്തായാലും ഏറ്റവും അവസാനമായിട്ട് നമുക്ക് ലഭിച്ച നിർദ്ദേശം അനുസരിച്ച് പ്രവർത്തിക്കാം എന്നാണല്ലോ ഇപ്പൊ ഡോക്ടർ പറഞ്ഞത്. എത്രയും പെട്ടെന്ന് അതൊക്കെ ചെയ്യുക. വിളിച്ചതിന് വളരെ നന്ദി. ഡോക്ടർ, നമ്മൾ പറഞ്ഞു ഈ അവയവം ബാധിച്ച വ്രണം ബാധിച്ച പ്രത്യേക സ്ഥലത്തെയോ അല്ലെങ്കിൽ മൊത്തമായി അവയവത്തെ നീക്കം ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകാറുണ്ട്. ഈ അവയവത്തെ നിലനിർത്തിക്കൊണ്ട് പിന്നെ അസുഖം ബാധിച്ച ഭാഗത്തെ മാത്രം മാറ്റുന്നതുകൊണ്ട് രോഗിയുടെ മാനസികാവസ്ഥയിലാണ് ഏറ്റവും അധികം നമ്മൾ കണ്ടുവരുന്നത്. ജനങ്ങളിൽ ചില വിശ്വാസങ്ങൾ വളരെ രൂഢമൂലമായിട്ട്
പതിഞ്ഞിരിക്കുകയാണ്. ഉദാഹരണത്തിന് അർബുദം ബാധിച്ചു കഴിഞ്ഞാൽ സ്തനം മുഴുവനും എടുത്ത് കളയണം എന്നൊരു കൺസെപ്റ്റ്. അപ്പം എത്ര തന്നെ പറഞ്ഞാലും പല രോഗികളും ഇതിന്റെ ആവശ്യമില്ലെന്ന് പറഞ്ഞാലും ഞങ്ങൾ വളരെയധികം പറയുമ്പം ഭവ്യതയോടെ കേട്ടിരിക്കും. എന്നാലും ഓപ്പറേഷൻ തലേന്ന് എന്ന് പറയും അങ്ങനെ വേണ്ട, എൻ്റെ ഭർത്താവ് പറയുന്നു, അല്ലെങ്കിൽ അപ്പുറത്തെ അങ്ങേര് പറയുന്നു, അപ്പുറത്തെ വീട്ടിലെ ചേച്ചി പറഞ്ഞു ഈ സ്തനാർബുദമാണെങ്കിൽ സ്തനം മുഴുവൻ എടുത്ത് കളയണം എന്നുള്ളത്. അപ്പം ഇത് വിരൽ ചൂണ്ടുന്നത് ആ മനസ്ഥിതിയിലും ഇപ്പം ശാസ്ത്രം പുരോഗമിക്കുന്നുണ്ടൊപ്പം നമ്മുടെ ഒരു മൈൻഡ് സെറ്റും ചേഞ്ച് ആവണം. ആ ഒരു ചേഞ്ച്, ഈ ഒരു മെസ്സേജ് നമുക്ക് ആൾക്കാരിലേക്ക് എത്തിക്കാൻ കഴിയണം. അതാണ് നമ്മുടെ ഒരു വിജയം. അടുത്തൊരു കോളിലേക്ക് പോകാം. ഹലോ, സ്വാഗതം. ആരാണ്? സരിത, തിരുവനന്തപുരം. പറഞ്ഞോളൂ. പറയൂ സരിത. എനിക്ക് തൈറോയിഡിന്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പൊ അതിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ടെലിവിഷൻ നോക്കാതെ പറയണേ. ടെലിവിഷൻ നോക്കരുത്, ശബ്ദവും കുറച്ചുള്ളൂ ടെലിവിഷൻ. അങ്ങനെ RCC-ലോട്ട് തന്നെ വിട്ട്. തൈറോയിഡിന്റെ ഓപ്പറേഷൻ കഴിഞ്ഞപ്പോഴാണെങ്കിൽ RCC-ലോട്ട് വിട്ടായിരുന്നു. അങ്ങനെ അവർ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. ഓപ്പറേഷൻ കഴിഞ്ഞ് തൈറോയ്ഡ് ഗ്രന്ഥി മൊത്തത്തിലെടുത്ത് മാറ്റി. ആ ഗ്രന്ഥി മാറ്റിയ റിപ്പോർട്ടുകൾ RCC കൊണ്ട് കാണിച്ചോ? കൊണ്ട് കാണിച്ചപ്പോ ഇൻഫെക്ഷൻ ആണെന്ന് പറഞ്ഞു. അവിടുത്തെ സ്ലൈഡ്സും ബ്ലോക്സും കൊണ്ട് കാണിച്ചോ? എല്ലാം കാണിച്ചായിരുന്നു. അപ്പൊ അതിന്റെ ഇത് അവിടെ ചികിത്സ നടത്തിക്കൊണ്ടിരിക്കുക ഡോക്ടർ ഇപ്പൊ ഞാൻ. അപ്പൊ ഒരു 7000 രൂപയുടെ ഒരു മരുന്ന്, ഒരു തുള്ളി മരുന്ന് കഴിക്കണം. 3 ദിവസം ഒരു റൂമിനകത്ത് കിടന്ന് പുറത്തൊന്നും ഇറങ്ങാൻ പാടില്ല. അപ്പൊ ആ ടെസ്റ്റ് അതൊക്കെ കഴിഞ്ഞപ്പോ വീണ്ടും CT സ്കാൻ എടുത്തായിരുന്നു. എടുത്തപ്പോ ഇപ്പൊ ഒരു പ്രശ്നമില്ല, നോർമലാണ്. 6 മാസത്തിലൊരിക്കൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ നോർമലാണ്, ഒരു പ്രശ്നവും ഇല്ലെന്ന് പറയുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും പ്രശ്നം വരാൻ സാധ്യതയുണ്ടോ ഡോക്ടർ? ഒരു പേടി മനസ്സിന്. ഇൻഫെക്ഷൻ ആണ് എന്ന് പറഞ്ഞത് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നത് അയോഡിൻ സ്കാൻ നടത്തി. ഇൻഫെക്ഷൻ ആണെങ്കിൽ സാധാരണ രീതിയിൽ അയോഡിൻ സ്കാൻ നടത്താറില്ല. അപ്പം ഒരു പക്ഷേ തൈറോയിഡിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കുറച്ച് പേടിക്കാവുന്ന ഒരു അസുഖമാണ് തൈറോയിഡ് ക്യാൻസർ. പലപ്പോഴും തൈറോയിഡ് ക്യാൻസർ ബാധിക്കുന്ന ഓരോ ക്യാൻസറും ബാധിക്കുന്നവർ ഇത്ര മാസം ജീവിച്ചിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങൾ പറയുന്നത് ചികിത്സിച്ചില്ലെങ്കിൽ തൈറോയിഡ് ക്യാൻസർ ബാധിക്കുന്നവർ ഒരു ചികിത്സ നടത്തില്ലെങ്കിൽ തന്നെ ഒരുപക്ഷെ 25 കൊല്ലം ജീവിച്ചിരിക്കും. അത്തരത്തിൽ വളരെ 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 വീര്യം കുറഞ്ഞ അല്ലെങ്കിൽ ചികിത്സിക്കാൻ ഭേദമാക്കാൻ പറ്റിയ ഒരു ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. അപ്പം ഇപ്പം തൈറോയിഡ് സ്കാനിൽ ഒന്നും കാണാത്ത സ്ഥിതിക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് ഭയപ്പെടേണ്ട വലിയ സംഗതികളൊന്നും കാണുന്നില്ല. പിന്നെ ടെസ്റ്റ് ഇപ്പൊ 6 മാസത്തിലൊരിക്കൽ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. അതെ, തൈറോയ്ഡ് ഗ്ലോബുലിൻ ടെസ്റ്റ് നടത്താറുണ്ട്. അപ്പോഴാണെങ്കിൽ അതിൽ നോർമലാണ്, പ്രശ്നമൊന്നും ഇല്ലെന്ന് പറയുന്നുണ്ട്. അതെ, അപ്പൊ ആ പറഞ്ഞ പോലെ ഒരു കാര്യം നിങ്ങൾ സൂക്ഷിക്കേണ്ടത് ആ പറഞ്ഞ തീയതികളിൽ ടെസ്റ്റ് നടത്തിക്കൊണ്ടിരിക്കുക. 2-3 പ്രാവശ്യം വർഷം ചെയ്തതിനു ശേഷം ഓക്കെ മതി എന്ന് വിചാരിക്കാതിരിക്കുക. 6 മാസത്തിലൊരിക്കൽ പോയിക്കൊണ്ടിരിക്കണം. വളരെ ദീർഘനാള് ക്യാൻസർ ഇവിടെ RCC-ൽ പ്രമോദ് ഡോക്ടർ പ്രദീപ് ഡോക്ടറിനെയാണ് കണ്ടത്. അപ്പൊ പിന്നെ ഡോക്ടർ എനിക്ക് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. തലയിലാണെങ്കിൽ ഒരു 10 വർഷം മുമ്പ് ഫ്രണ്ടില് നെറ്റിയുടെ മേളിലോട്ട് ഒരു ചുമരിലൊരു ഇടി കിട്ടിയിട്ട് പൊങ്ങി നിപ്പുണ്ട്. അതിന് എന്തെങ്കിലും പ്രശ്നമാകുമോ ഡോക്ടർ? ശരി ഡോക്ടർ, വലിയ ഉപകാരം. അല്ല പേടിക്കാനൊന്നുമില്ല അല്ലേ ഡോക്ടർ? വലിയ ഉപകാരം ഡോക്ടർ, താങ്ക് യു, വലിയ ഉപകാരം. ശരി, വളരെ നന്ദി. ഈ ഒരു ആശ്വാസം ഉണ്ടല്ലോ, ഒരു ഡോക്ടറുമായിട്ട് സംസാരിച്ചിട്ട് പേഷ്യൻറ്റിന് കിട്ടുന്ന ഒരു ആശ്വാസം. ഡോക്ടർ പേഷ്യൻ്റ് റിലേഷൻഷിപ്പിൽ ഈ കമ്മ്യൂണിക്കേഷൻ എത്രമാത്രം പ്രാധാന്യമുണ്ട്? വളരെയധികം എഫക്റ്റീവാണ്. കാരണം ഞങ്ങളൊരു പരിധിവരെ ഞങ്ങൾ അതിന് ഞങ്ങൾ നോക്കാറുണ്ട് ഈ പേഷ്യൻസുമായിട്ടൊക്കെ വേണ്ടത്ര സംസാരിക്കാനൊക്കെ. പക്ഷെ അവിടെ വരുന്ന ബാഹുല്യം കണക്കം ഒരു പേഷ്യന്റിനോട് ഒരു പക്ഷേ ഫോർ എക്സാമ്പിൾ ഈ ബ്രസ്റ്റ് കൺസർവേഷനെ കുറിച്ച് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നു. ഞങ്ങളെ സംബന്ധിച്ചിട്ട് പേഷ്യന്റിനെ കാണാൻ 2 അവസരങ്ങൾ കിട്ടാറുള്ളൂ. ഒന്ന്, പേഷ്യന്റ് ആദ്യം OP വരുന്ന ദിവസം നമ്മൾ ഓപ്പറേഷന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കും. പിന്നീട് ഞങ്ങൾ ഓപ്പറേഷന്റെ തലേന്ന് മാത്രമേ പേഷ്യന്റിനെ കാണാറുള്ളൂ. പക്ഷെ ആ ഒരാളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ 100,000 ചോദ്യങ്ങൾ ഇങ്ങനെ ദിവസം വന്നുകൊണ്ടിരിക്കും. അപ്പം അത് ശരിക്കും പലപ്പോഴും ഞങ്ങളോട് തന്നെ നീതി പുലർത്തുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് പറയാൻ പറ്റത്തില്ല. അത്രത്തോളം ആൾക്കാരെ അഫക്ട് ചെയ്യുന്നതാണ് ഈ ക്യാൻസർ. കമ്മ്യൂണിക്കേഷൻ വളരെ വളരെ പ്രധാനമാണ്, വളരെ വളരെ പ്രധാനമാണ്. ഇതൊരു ഗ്രൂപ്പ് വർക്കാണ് അല്ലേ ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ ഡോക്ടർ ഇപ്പോൾ ഈ പറഞ്ഞ സ്ഥിതിക്ക് ഒരു 2 ദിവസത്തെ സംസാരം കഴിഞ്ഞു, അല്ലെങ്കിൽ ചികിത്സയുടെ ഒരു പ്രാധാന്യത്തെക്കുറിച്ച് സംസാരിക്കുന്നു. അത് കഴിഞ്ഞ് എത്രയോ ദിവസം കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഈ ഒരു ശസ്ത്രക്രിയാ വേളയിൽ. നമ്മുടെ നാട്ടിൽ പറയുകയാണെങ്കിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ സത്യം പറഞ്ഞാൽ ഈ ക്യാൻസർ കൗൺസിലിംഗ്സ് ആൾക്കാരുണ്ട്. ഇപ്പൊ ഒരു ഡോക്ടറുമായിട്ട് ഒരു സംസാരം കഴിഞ്ഞിട്ട് ഉടൻ തന്നെ ക്യാൻസർ കൗൺസിലേഴ്സിനടുത്തോട്ട് അവർ പോകും. അപ്പൊ അവർക്ക് വരുന്ന മാനസികമായിട്ടുള്ള എല്ലാ മണിക്കൂറുകളോളം ഈ കൗൺസിലേഴ്സ് പേഷ്യന്റ് അടുത്ത് സ്പെൻഡ് ചെയ്യും. ആ ഒരു സപ്പോർട്ടിംഗ് സിസ്റ്റം നമ്മുടെ നാട്ടിൽ നിർഭാഗ്യവശാൽ ഇല്ല. അത് വരേണ്ടതാണ്. അടുത്ത കോളർ ഉണ്ട്. ഹലോ, സ്വാഗതം. ആരാണ്? എറണാകുളത്തുനിന്ന് മോളിയാണ്. വിഷയം അറിയാമല്ലോ? അറിയാം, സംസാരിച്ചു. എന്റെ നാത്തൂന് വേണ്ടിയാണ്. നാത്തൂന്റെ അന്നനാളത്തിലെ ഒരു ഗ്രോത്ത് ഉണ്ടായിരുന്നെ. അത്
അതിപ്പോ 2 മാസമായിട്ടാണ് ആ ഗ്രോത്ത് വന്നത്. ഭക്ഷണം ഒന്ന് ഇങ്ങനെ ചവച്ചരച്ച് കഴിക്കാനൊന്നും പറ്റത്തില്ല. അത് കഴിഞ്ഞ ആഴ്ച അമൃത വന്ന് കാണിച്ചപ്പോഴ് അതെങ്ങനെയാണ്, അതിന്റെ കോംപ്ലിക്കേറ്റഡ് ആണോ എന്താണെന്നുള്ളതാണ്. അനുനാളത്തിൽ വരുന്ന ക്യാൻസറുകൾ, അത് ക്യാൻസർ ആണെങ്കിൽ അത് വളരെ പെട്ടെന്ന് തന്നെ ചികിത്സിക്കേണ്ട ഒരു അസുഖമാണ്. അപ്പം ക്യാൻസർ ആശുപത്രികളിൽ അവർ ആദ്യമായിട്ട് അത് ക്യാൻസർ അതാണോ എന്നുള്ളത് കൺഫേം ചെയ്യും. അത് ക്യാൻസർ ആണെന്നാണ് പറഞ്ഞത്. അതെ, അത് മറ്റേ അപ്പോൾ രണ്ടാമത് അവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ക്യാൻസർ ആണെങ്കിൽ അത് എത്രത്തോളം സ്പ്രെഡ് ആയിട്ടുണ്ട്, ക്യാൻസറിന്റെ ഡയഗ്നോസ് കഴിഞ്ഞ അടുത്ത സ്റ്റേജിങ് ആണ്, എത്രത്തോളം വേറെ ഭാഗങ്ങളിലേക്ക് സ്പ്രെഡ് ആയിട്ടുണ്ടോ എന്നുള്ളതിന് CT സ്കാനും അതുപോലെ ടെസ്റ്റുകൾ നടത്തും. അപ്പം അത് വേറെ എവിടെയെങ്കിലും സ്പ്രെഡ് ആയിട്ടില്ല, അവിടെ മാത്രമേ ഉള്ളെങ്കിൽ ശസ്ത്രക്രിയയോ അല്ലെങ്കിൽ കീമോ റേഡിയേഷനോ ഒക്കെ കൊണ്ട് റേഡിയേഷൻ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷെ ഈ ബ്രെയിനിൽ നിന്നുള്ള ഒരു വെയിനയിലാണ് അതിന്റെ തുടക്കം എന്നാ പറയുന്നത്. ബ്രെയിനിൽ നിന്നുള്ള വെയിനിൽ തുടക്കം എനിക്ക് മനസ്സിലാവുന്നില്ല. ഇത് ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്ഥലമാണെന്ന് അവര് പറയുന്നത്. പക്ഷെ ബ്രെയിനിലേക്ക് അത് സ്പ്രെഡ് ആവാം, അല്ലാതെ ബ്രെയിനിൽ നിന്ന് തുടങ്ങാൻ സാധ്യതയില്ല. ഇല്ല. അപ്പൊ അതിനാണ് വെയിനിലേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത്, ബ്രെയിനിലേക്ക് ആയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയാൻ പറ്റത്തില്ല. അത് CT സ്കാനൊക്കെ കണ്ടാലേ അത് അറിയാൻ പറ്റുകയുള്ളൂ. താങ്ക് യു ഡോക്ടർ. വിളിച്ചതിന് വളരെ നന്ദി. നമ്മൾ ഈ പറഞ്ഞ പോലെ കൗൺസിലേഴ്സിന്റെ അഭാവം നമ്മുടെ നാട്ടിലെ ഒരു പ്രധാന ഇതാണ്. കാരണം ഒരു 1000 ചോദ്യങ്ങൾ ഒരാൾക്ക് വരുമ്പോൾ അത് ആൻസർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി, അതെല്ലാം ആൻസർ ചെയ്തില്ലെങ്കിലും അവർക്ക് വേണ്ടത്ര ഒരു സപ്പോർട്ട് കൊടുക്കുക, അതിനുള്ളൊരു ഇത് നമ്മുടെ രോഗികളുടെ ബാഹുല്യം കാരണം പലപ്പോഴും ഡോക്ടർമാർക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അതിപ്പം ചികിത്സാരേഖയുടെ ഓരോ ഘട്ടത്തിലും അങ്ങനെ കൗൺസിലേഴ്സ് വേണം. മാത്രമല്ല ഈ പ്രത്യേകിച്ചും പാലിയേറ്റീവ് കെയർ എന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ രോഗിയുടെയും ശാരീരികവും മാനസികവും മാത്രമല്ല കൂടെ നിൽക്കുന്ന ആളുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു അവസ്ഥ ഒന്ന് സഹായിക്കാനായിട്ട് ഇത്തരം ധാരാളം കൗൺസിലേഴ്സും അങ്ങനത്തെ സപ്പോർട്ടീവ് സർവീസസ് നമ്മുടെ നാട്ടിൽ അത്യാവശ്യമാണ്. അടുത്തൊരു കോളർ ലൈനിലുണ്ട്. ഹലോ, സ്നേഹസ്പർശത്തിലേക്ക് സ്വാഗതം. ആരാണ്? ഞാൻ പീറ്റർ ആണ്. എവിടെ നിന്ന് വിളിക്കുന്നു സാർ? ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ്. സംസാരിച്ചു. പീറ്റർ സാറേ, ഈ തുടർച്ചയായിട്ടുള്ള എക്സ്റേ കൊണ്ട് ക്യാൻസർ ഉണ്ടാകാൻ സാധ്യതയുണ്ടോ? സത്യം പറഞ്ഞാൽ എക്സ്റേ എന്ന് പറയുന്ന ഒരുതരം റേഡിയേഷനാണ്. അപ്പം അതുകൊണ്ട് എക്സ്റേ എടുക്കുന്നത് കൊണ്ട് കുറച്ച് റേഡിയേഷൻ നമുക്ക് കിട്ടും. മാത്രമല്ല, പക്ഷേ റേഡിയേഷൻ എക്സ്റേ കൊണ്ട് മാത്രമല്ല, നമ്മുടെ ഈ സൂര്യപ്രകാശത്തിന് എക്സ്റേ കിട്ടുന്നുണ്ട്, നമ്മുടെ ദൈനംദിന ജീവിതത്തിന് എക്സ്റേ കിട്ടുന്നുണ്ട്, നമ്മൾ ഈ ബീച്ചിൽ പോകുമ്പോൾ നമുക്ക് അവിടെ നിന്ന് ഒരു പക്ഷേ എക്സ്റേ കിട്ടുന്നുണ്ട്. അങ്ങനെ എക്സ്റേ പലയിടത്തും കിട്ടും. അതുകൊണ്ട് പക്ഷേ അപ്പം ഏറ്റവും പ്രധാനമായത് ആവശ്യത്തിനാണോ എക്സ്റേ എടുക്കുന്നത് എന്നുള്ളതാണ്. ആവശ്യം ഇപ്പോൾ ഒരു രോഗം കണ്ടുപിടിക്കാനുള്ള എക്സ്റേ എടുക്കുകയാണെങ്കിൽ അതിന് ഒരു പക്ഷേ നമുക്ക് ക്യാൻസർ പിന്നെ എത്രയോ വർഷം കഴിഞ്ഞ് വരുന്നതിനേക്കാളും ഉപരി രോഗം കണ്ടുപിടിക്കുക, രോഗം കാരണം നമുക്ക് കുഴപ്പം വരാൻ സാധ്യതയുണ്ട്. ഈ മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അപ്പൊ തുടർച്ചയായിട്ടുള്ള നമ്മുടെ മെഡിക്കലില് ഇങ്ങനെ എടുക്കേണ്ടി വരുന്നു. ഓരോ പ്രാവശ്യം പോകുമ്പോഴും ഈ എക്സ്റേ എടുക്കേണ്ടി വരും. എത്ര പ്രാവശ്യം എത്ര എക്സ്റേ എടുക്കേണ്ടി വരും വർഷത്തിൽ? 6 മന്തില് ചിലപ്പോൾ ഉടനെ ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ജോയിൻ ചെയ്യുന്ന അവസരത്തില് 3 മാസം കഴിഞ്ഞ് ഉടനെ എടുക്കേണ്ടി വരും. ചിലപ്പോൾ അത് 6 മന്ത് തരും. ചിലപ്പോൾ അതിനിടയ്ക്ക് നമുക്ക് എന്തെങ്കിലും ഒടിവോ ചതവോ പറ്റുന്ന അവസരത്തിൽ ആ രാജ്യത്ത് വെച്ചും എക്സ്റേ എടുക്കാറുണ്ട്. അപ്പൊ അങ്ങനെ വരുന്ന അവസരത്തിൽ ഇത് എത്രത്തോളം നമ്മുടെ ശാരീരികമായിട്ടുള്ള ഇതില് ബാധിക്കുമെന്നുള്ളത്. എക്സ്റേ എടുക്കുന്നതുകൊണ്ട് ക്യാൻസർ വരും എന്ന് പറഞ്ഞ് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതേസമയം എക്സ്റേ എങ്ങനെയെങ്കിലും അവോയ്ഡ് ചെയ്യാമെങ്കിൽ അവോയ്ഡ് ചെയ്യാം. അതെ. ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മളൊരു CT സ്കാൻ എടുക്കുമ്പോഴത്തേക്കും ഒരു 300 എക്സ്റേ എടുക്കുന്ന റേഡിയേഷൻ നമുക്ക് അപ്പം കിട്ടും. അതുകൊണ്ട് നമ്മൾ CT സ്കാൻ എടുക്കാതിരിക്കുന്നില്ല. അപ്പം എക്സ്റേ ഇപ്പം നിങ്ങളുടെ അധികാരികളായിട്ടൊക്കെ സംസാരിച്ചിട്ട് ഈ എക്സ്റേ എടുക്കുന്നത് കുറയ്ക്കാമെങ്കിൽ കുറയ്ക്കുക. പക്ഷെ എക്സ്റേ എടുക്കുന്നതുകൊണ്ട് ക്യാൻസർ വരും എന്ന് പറഞ്ഞ് ഇപ്പൊ അത് ഇനവിറ്റബിൾ ആണെങ്കിൽ എടുക്കുക. അങ്ങനെ പേടിക്കേണ്ട വലിയ കാര്യം. ഒരു കാര്യം കൂടി ചോദിച്ചോട്ടെ. ഇപ്പൊ ഈ ക്യാൻസർ ഉള്ള ഒരു വ്യക്തിക്ക് ക്യാൻസർ ഉണ്ടെന്നുള്ളത് പറയുന്നത് അവരുടെ ബന്ധുക്കളുടെ അടുത്തായിരിക്കും എന്ന് പറയുന്നു. നേരത്തെ ഒരു ഇതിൽ കേട്ടതാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ക്യാൻസർ സെന്ററിലോട്ട് വരുന്ന അവസരത്തില് വലിയൊരു ബോർഡ് അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, റീജിയണൽ ക്യാൻസർ സെന്റർ. അപ്പൊ ഇത് വായിക്കാറിയുന്നുള്ള രോഗിക്കറിയാം ഈ ക്യാൻസർ സെന്ററിൽ വരുന്ന ഒരു വ്യക്തി ക്യാൻസറിന് ആയിട്ടാണ് വരുന്നത്, എന്നെ കൊണ്ടു ചെല്ലുന്നത് ഇന്നതിന് വേണ്ടിയാണെന്ന്. അപ്പൊ അത് ഏത് തരത്തിൽ അതിനെ ആ രോഗിയെ ഏത് തരത്തിൽ കൈകാര്യം ചെയ്യാന്നുള്ളതിന്റെ ഒരു ഇത് കണ്ടുപിടിക്കേണ്ടതുണ്ടോ എന്നുള്ളത്. രോഗിയുടെ ആദ്യം പറയാ, ഈ റീജിയണൽ ക്യാൻസർ സെന്ററിൽ വരുന്ന ആൾക്കാരെല്ലാം ക്യാൻസർ ഉള്ളവരല്ല. കാരണം ഓരോ വർഷവും 10-12,000 ആൾക്കാരെ ഞങ്ങൾ കാണുന്നുണ്ട്. അതിൽ ഒരു 70% ആൾക്കാരും ഒരു പക്ഷേ, അല്ലെങ്കിൽ 70 ഇല്ലെങ്കിൽ ഇപ്പോൾ ഒരു 40% ആൾക്കാർ പക്ഷേ ക്യാൻസർ ഇല്ലാത്തവരാണ്. അപ്പം ക്യാൻസർ ഇല്ലാത്തതിനും പല ടെസ്റ്റുകളും അവിടെ ഉണ്ട്. തൈറോയിഡിനുള്ള ചില ടെസ്റ്റുകൾ അവിടെ മാത്രമേ ഉള്ളൂ.
അതുകൊണ്ട് അതുപോലെ തന്നെ ക്യാൻസർ സംശയിച്ച് ഒരുപാട് പേര് വരുന്നുണ്ട് ഞങ്ങളുടെ അടുത്ത്. അവർ ഒരുപാട് ബുദ്ധിമുട്ടുന്ന ഒരു സംഗതിയാണ് ക്യാൻസർ എന്ന് പറഞ്ഞാൽ. ഈ ബോർഡ് കാണുമ്പോൾ തന്നെ പകുതി അവരുടെ ആയുസിന്റെ പകുതി അവര് മുറിച്ച് മാറ്റുകയാണ്. കാരണം മറ്റൊരു ഹോസ്പിറ്റലിൽ നിന്നാണ് ഇവിടെ അയക്കുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തില് ഒരിത് വരുന്നത്. അതെ, അത് ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ നമ്മൾക്ക് അങ്ങനെ ഒരു വികാരം ഉണ്ടാവും, ഒരു പേടി ഉണ്ടാവുന്ന ആ പേടിയാണ് നമ്മൾ മാറ്റേണ്ടത്. ഇപ്പൊ റീജിയണൽ ക്യാൻസർ സെന്ററിന്റെ ബോർഡ് വായിച്ചത് കൊണ്ടോ ഒന്നും ഈ ക്യാൻസർ എന്നുള്ള ആ ഒരു സ്റ്റിഗ്മ ഇല്ലാതാവുന്നില്ല. ക്യാൻസർ ആണ് അക്സെപ്റ്റ് ചെയ്യുന്നു. നമുക്ക് ഇപ്പം ഞാനിപ്പം വിദേശ രാജ്യങ്ങൾക്ക് പോകുമ്പോൾ 3-4 ക്യാൻസർ ട്രീറ്റ് ചെയ്തിട്ട് വളരെ സമൂഹത്തിൽ വളരെ നോർമലായിട്ട് പെരുമാറുന്ന ആൾക്കാരെ നമ്മൾ കാണുന്നുണ്ട്. പക്ഷെ നമ്മുടെ ഇവിടെ ഒരു ക്യാൻസറിന്റെ ഡയഗ്നോസിസ് തന്നെ ജീവിതം തീർന്നു എന്നാണ് പലരുടെയും വിചാരം. ആ ധാരണയാണ് മാറ്റേണ്ടത്. വളരെ നന്ദി. സ്നേഹസ്പർശത്തിന്റെ സമയം ഇവിടെ പരിമിതപ്പെടുകയാണ് ഡോക്ടർ. എന്തായാലും ഈ ഒരു മഹാവ്യാധിയെക്കുറിച്ചുള്ള നമ്മുടെ മുൻവിധികളൊക്കെ മാറ്റേണ്ട സമയം കഴിഞ്ഞു എന്നാണ് ഡോക്ടറുടെ സംസാരത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ട. അത്രയധികം പേടിക്കേണ്ട ആവശ്യമില്ല. ഒരുപാട് മാർഗങ്ങളുണ്ട്. സമാശ്വാസിപ്പിക്കാനായിട്ട് സാന്ത്വന ചികിത്സാ മാർഗങ്ങളുണ്ട്. ഡോക്ടർ വളരെ വിശദമായി സംസാരിച്ചു കഴിഞ്ഞു. വളരെ നന്ദി ഡോക്ടർ. പ്രേക്ഷകർക്കും